ഹരി എല്ലാവർക്കും നമസ്കാരം. ഭഗവാൻ ഋഷികേശനായിട്ടുള്ള ഭഗവാൻ പാഞ്ചജന്യം എന്ന ശംഖിനെ മുഴക്കി. അനന്തരം അർജുനൻ, പിന്നീട് യുധിഷ്ഠിരൻ, ഭീമൻ, നകുലൻ, സഹദേവൻ തുടങ്ങി പാണ്ഡവപക്ഷത്ത് ആദ്യം യുദ്ധത്തിന്റെ കാഹളം, യുദ്ധത്തിനുള്ള ഒരുക്കം, ആ സൂചന കിട്ടിയത് ഭീഷ്മനിൽ നിന്നാണെന്ന് പറയാം. പിന്നീട് ഭഗവാൻ അതിനെ ഏറ്റെടുക്കുന്നു. അനന്തരം അർജുനൻ ഇങ്ങനെ തുടങ്ങി. പാണ്ഡവന്മാരാരൊക്കെയാണ് ഓരോരോ വെവ്വേറെ ശംഖുകളെ പ്രത്യേകം പ്രത്യേകം മുഴക്കി. തുടർന്ന് ആ ശംഖധ്വനി ധാർത്തരാഷ്ട്രന്മാരുടെ ഹൃദയത്തെ കീറിമുറിച്ചുകൊണ്ട് ഭൂമിയെയും ആകാശത്തെയും കിടിലം കൊള്ളിച്ചുകൊണ്ട് അതവിടെ നിലനിന്നു എന്നാണ്. സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥ്വീം ചൈവ തുമുലോ വ്യനുനാദയൻ. എങ്ങനെയാണോ ഏകാഗ്രമായ മനസ്സിൽ, അന്ധകരണത്തിന്റെ ശുദ്ധിയിൽ വാക്കുകൾക്ക് മറ്റൊരുവനെ സാന്ത്വനിപ്പിക്കാനും മറ്റൊരുവനിലെ അജ്ഞാനജന്യങ്ങളായിട്ടുള്ള വികാരങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാനും സാധിക്കുന്നത്, പിന്നീട് ദേശകാലങ്ങളെ അതിജീവിച്ചുകൊണ്ട് അത് എങ്ങനെ നിലനിൽക്കുന്നു എന്നൊക്കെ നാം ഇന്നലെ വിസ്തരിച്ച് കാണുകയുണ്ടായി. തുടർന്ന് കൗരവ സൈന്യം അണിനിരക്കുന്നത് കണ്ടിട്ട് യുദ്ധത്തിനുള്ള സമയമായി എന്ന് കരുതി കവിധ്വജനായിട്ടുള്ള അർജുനൻ ധനുസിനെ എടുത്ത് ഉയർത്തിയിട്ട് പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുഹു ഉദ്യമ്യ പാണ്ഡവാഹ, ധനുസിനെ എടുത്ത് ഉയർത്തി അസ്ത്ര പ്രയോഗിക്കാനുള്ള സമയമായി എന്ന് കണ്ടിട്ട്, ഇവിടെ നമ്മൾ ഇന്നലെ കണ്ട ഈ ശ്ലോകത്തിലെ ശ്രദ്ധേയമായ വ്യാസ ഭഗവാന്റെ പരാമർശം കവിധ്വജ എന്നുള്ളതാണ്. കവി കൊടിയടയാളമായിട്ടുള്ള, കവി മനസ്സിന്റെ പ്രതീകമായിട്ട് ഭാരതീയ ആചാര്യന്മാര് കാണുന്നു. കമ്പതേ ഇതി കവി, ഇളകുന്നത്. മനസ്സിനെ ആചാര്യൻ നിർവചിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ചഞ്ചലാത്മിക മനഃ, മനസ്സിന്റെ നിർവചനമാണ് ചഞ്ചലാത്മിക മനഃ. ആ മനസ്സാണ് ബുദ്ധിയായി പരിണമിക്കുന്നത്. എപ്പോ? നിശ്ചയാത്മിക ബുദ്ധി. അപ്പൊ ചാഞ്ചല്യത്തോടു കൂടിയത് കുരങ്ങന്റെ സ്വഭാവമാണ്. നിശ്ചയാത്മികയായി മാറുമ്പോഴോ അത് ഹനുമാനാവും എന്ന് പറയാം. അപ്പൊ ഒരു വാനരനിൽ നിന്ന് ഹനുമാനിലേക്കുള്ള പരിണാമം, അതിനെന്ത് വേണം? നിശ്ചയദാർഢ്യം വേണം എന്ന് പറയാം. അപ്പൊ ഹനുമാനാണ് കൊടിയടയാളമായി ഇരിക്കുന്നത്. അതിലൊരു കഥയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ ഇല്ലേ? ഹനുമാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനോട് പരമമായ സത്യത്തെ ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞ സമയത്ത് ഇപ്പൊ ഗുഹയിൽ പോയി ഇരുന്നിട്ട് നാമം ജപിച്ചോളാൻ പറയുന്നുണ്ട് അല്ലേ? ഞാൻ കൃഷ്ണാവതാര കാലത്ത് വരും, മഹാഭാരത യുദ്ധം എന്നൊരു യുദ്ധം ഉണ്ടാവും. ആ യുദ്ധഭൂമിയിൽ ഞാൻ അർജുനന് പരമമായ ജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുക്കുന്നതായിരിക്കും. ആ സമയത്ത് നിനക്കത് കേൾക്കാം എന്നൊക്കെ പുരാണത്തിൽ കാണാം. അപ്പൊ കൊടിയിലായിരിക്കും നിനക്ക് സ്ഥാനം എന്നാണ്. അപ്പൊ ഭഗവത്ഗീത 3 പ്രകാരത്തിൽ ഉപദേശിച്ചു എന്ന് പറയാറുണ്ട്. ജ്ഞാനപ്രധാനം, ഭക്തിപ്രധാനം, കർമ്മപ്രധാനം. ജ്ഞാനപ്രധാനമായിട്ട് ഉപദേശിക്കുന്നത് മുകളിൽ ഹനുമാൻ ഇരിക്കുന്നത് കൊണ്ടാണ് അത്രേ ഭഗവാൻ. കർമ്മത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അർജുനനും, ഭക്തി കുറച്ചെങ്കിലും ധൃതരാഷ്ട്രർക്ക് സഞ്ജയനിലൂടെ ഭക്തി ഉണ്ടാവട്ടെ എന്ന് കരുതി അങ്ങനെ ഭക്തിപ്രധാനമായിട്ടും എന്നൊക്കെ ഓരോ ആചാര്യന്മാര് ഗീതയെ വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട്. ഏതായാലും ഇവിടെ അർജുനന്റെ മനസ്സിന്റെ ചാഞ്ചല്യത്തെയാണ്, അല്ലെങ്കിൽ ആ ഇളക്കമുള്ള മനസ്സ്, ആ ഇളക്കമുള്ള മനസ്സോട് കൂടിയിട്ടാണ് ഇവിടെ അർജുനനെ വ്യാസഭഗവാൻ അവതരിപ്പിക്കുന്നത്. കവിധ്വജൻ എന്ന് പറയുമ്പോൾ അങ്ങനെ മനസ്സിലാക്കുക. എന്തുകൊണ്ടെന്നാൽ കവി എന്നാൽ കുരങ്ങൻ, കുരങ്ങിന്റെ ലക്ഷണം ഇളക്കമാണ്. മനസ്സിന്റെ ലക്ഷണവും ആചാര്യൻ ചഞ്ചലാത്മിക മനഃ എന്ന് നിർവചിച്ചിരിക്കുന്നു, നിശ്ചയാത്മിക ബുദ്ധി. അപ്പൊ ഈ ചാഞ്ചല്യമാർന്ന വ്യക്തിത്വത്തെ നിശ്ചയദാർഢ്യമാക്കി തീർക്കുക എന്നത് തന്നെയാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യം. കാരണം അതുകൊണ്ടാണ് അവസാന ഭാഗത്ത്
അർജുനൻ ഭഗവാനോട് പറയുന്നത്, ഭഗവാന് എനിക്ക് സംശയമൊന്നുമില്ല, എന്റെ സംശയം പൂർണ്ണമായി ദൂരീകരിക്കപ്പെട്ടു കഴിഞ്ഞു, അങ്ങ് എന്താണോ പറയുന്നത് അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് അർജുനൻ ഭഗവാനോട് അവസാനം പറയുന്നുണ്ട്. അത് ബുദ്ധിയുടെ തലത്തിലാണെന്ന് പറയും. അപ്പൊ എന്താണ് അർജുനൻ ഭഗവാനോട് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് അടുത്തത് നോക്കാം. ഹൃഷീകേശം തദാ വാക്യം ഇദമാഹ മഹീപതേ അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത. അർജുനൻ അത്രേ പറഞ്ഞുള്ളൂ. ഹൃഷീകേശം തഥാ വാക്യം ഇദം ആഹ മഹീപതേ. അതായത് 20ഉം 21ഉം ശ്ലോകങ്ങൾ ഒരുമിച്ചാണ്. ഹേ മഹീപതേ, വീണ്ടും ധൃതരാഷ്ട്ര മഹാരാജാവിനെ സഞ്ജയൻ സംബോധന ചെയ്യുന്നു. അല്ലയോ ഭൂമിയുടെ മുഴുവൻ പതിയായിട്ടുള്ള ധൃതരാഷ്ട്രൻ, അത കവിധ്വജ, അനന്തരം കവിധ്വജനായിട്ടുള്ള പാണ്ഡവ വ്യവസ്ഥിതാൻ ധാർത്തരാഷ്ട്രാൻ ദൃഷ്ടുവ, ധൃതരാഷ്ട്രപുത്രന്മാരെ കണ്ടിട്ട് ശസ്ത്രസമ്പാദേ പ്രവൃത്തെ ധനുഹു ഉദ്യമ്യ, ശസ്ത്രസമ്പാദത്തിന് സമയമായി എന്ന് കണ്ട് ധനുസ്സിനെ ഉയർത്തിയിട്ട് തഥാ ഹൃഷീകേശം ഇതം വാക്യം ഉവാച, ഋഷികേശനോട് അപ്പോൾ അർജുനൻ ഈ വാക്കിനെ പറഞ്ഞു. ആരാണ് ഋഷികേശൻ? ഋഷീകാണാം ഈശഃ. അപ്പൊ അർജുനന്റെ ചോദ്യവും ഋഷികേശനോടാണ്. പറഞ്ഞ ബോധത്തോട് തന്നെയാണ് ചോദിക്കുന്നത് എന്ന് പറയാം. അതായത് നമുക്കും ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം കിട്ടും. ഭഗവാൻ അതിനെക്കുറിച്ചൊക്കെ പറയാൻ പോകുന്നുണ്ട് ഇനി അങ്ങോട്ടേക്ക്. നമ്മൾ നമ്മളോട് സംസാരിച്ചു തുടങ്ങണം. നമുക്ക് നമ്മളോട് സംസാരിക്കാൻ മടിയാണ് പലപ്പോഴും. അതുകൊണ്ടാണ് നമുക്ക് ഒറ്റയ്ക്കിരിക്കാൻ മടി തോന്നുന്നത്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും എങ്ങോട്ടെങ്കിലുമൊക്കെ നോക്കിയിരിക്കുന്നതും അതുകൊണ്ടാണ്, അല്ലേ? ഇവിടെ തന്നെ നിങ്ങൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? എന്താ കുറച്ചു നേരം അങ്ങനെ ഇരിക്കും. ചിലപ്പോൾ ചിലരൊക്കെ കണ്ണടച്ച് അങ്ങനെ ഇരിക്കും. അങ്ങനൊരു ഇതാണ്. നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ടി വി ഇല്ലെങ്കിലൊക്കെ വലിയ പ്രശ്നമാവും, അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യണം എന്ന് പറയും. ചിലരൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വെറുതെ വാച്ച് അഴിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വെറുതെ നടക്കുന്നുണ്ടാവും. എന്നാലും കാരണം എന്തെങ്കിലും പദാർത്ഥങ്ങളിലേക്ക് തനിക്ക് വ്യാപരിക്കണം. തന്റെ ആഴങ്ങളിലേക്ക് പോകാൻ തനിക്ക് വിഷമമാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ ചെയ്യും, എന്താ സുഖം തന്നെയല്ലേ? ഇല്ലേ, വെറുതെ വിളിച്ചതാ, എന്തൊക്കെയാ അവിടെ വിശേഷം? ആരെങ്കിലും അപ്പൊ തന്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടേക്ക് ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം കിട്ടും. അപ്പൊ അതിനുള്ള തത്വവിചാരം ചെയ്യുമ്പോൾ ചോദ്യം ഋഷികേശനോടാണ്. ഋഷികാണാം ഈശഃ. അവിടുന്ന് തന്നെയാണ് ഉത്തരം പറയുന്നത്. എന്താ ചോദ്യം നോക്കാം. ഇതം വാക്യം ആഹ, ഈ വാക്യത്തെ പറഞ്ഞു. അർജുന ഉവാച, അർജുനൻ ചോദിച്ചു. ഇവിടെയാണ് അർജുനന്റെ ഒരു അരചോദ്യം 1-ാം അധ്യായത്തിൽ. അല്ല, ഭഗവാന്റെ ഒരു അര ഉത്തരവും അല്ലെങ്കിൽ ഒരു അരചോദ്യവും പകുതിയെ ചോദിച്ചിട്ടുള്ളൂ. അർജുനൻ എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി, സഞ്ജയൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി. അർജുനൻ എന്ന് പറഞ്ഞാൽ ഋജുത്വ ബുദ്ധിയാർന്നവൻ, സ്ട്രൈറ്റ് ഫോർവേഡ് എന്ന് പറയാം, നേരെ പോ, ഈ ഒരു ഭാവം. അവിടെ നിന്നാണ് ചോദ്യം ഉണ്ടായത്. എന്താ ചോദിക്കുന്നത്? ഹേ അച്യുത, ഭഗവാനെ വിളിക്കുകയാണ്. അല്ലയോ അച്യുത. അച്യുതൻ എന്ന് പറഞ്ഞാൽ ച്യുതി ഇല്ലാത്തവൻ എന്നാണ്. ച്യുത ന ഭവതി അച്യുതൻ. ച്യുതി, വീഴ്ച സംഭവിക്കാത്തത് ആർക്കാണോ അവനാണ് അച്യുതൻ. അച്യുതൻ എന്നൊക്കെ പേരിടുമ്പോൾ നോക്കണം. അച്യുതൻ എന്ന് വല്ലവർക്കും പേരുണ്ടെങ്കിൽ അതും നോക്കണം. ചിലപ്പോഴൊക്കെ അച്യുതനെ കാണാം അവിടെ ഇവിടെയൊക്കെ വീണ് കിടക്കുന്നത്, അല്ലേ? പിന്നെ 2 പേര് വേണം എടുക്കാൻ. നീ ആശ്രയിക്കുമ്പം
അച്യുതനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അച്യുതന്റെ സ്വരൂപമേ ആനന്ദമാണ്. അതുകൊണ്ടാണ് അച്യുതാനന്ദൻ എന്നൊക്കെ പറയുന്നത്. അതെ. അപ്പം ആശ്രയിക്കുന്നവർക്കും ആനന്ദം പ്രദാനം ചെയ്യാൻ സാധിക്കണം. അച്യുത മേ രഥം, എന്റെ രഥത്തെ സേനയോഹോ ഉഭയോഹോ മധ്യേ സ്ഥാപയ, ഇരു സൈന്യങ്ങളുടെ മധ്യത്തിലായി സ്ഥാപിച്ചാൽ. ഇതിനെയാണ് രഥസ്ഥാപനം എന്ന് പറയുന്നത്. ഇനിയാണ് നമുക്ക് രഥകൽപ്പന പഠിക്കേണ്ടത്. ആ രഥകൽപ്പന പഠിച്ച് നമുക്ക് മുന്നോട്ട് പോയാൽ കാര്യം എളുപ്പമായിരിക്കും. ഭഗവത്ഗീതയെ ഉപനിഷത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അവിടെ കഠോപനിഷത്ത് 3-ാമത്തെ വല്ലിയിൽ 3-ാമത്തെ മന്ത്രം മുതൽ 11 വരെയുള്ള മന്ത്രങ്ങളാണ് ഇത്. പറയുന്നു, ആത്മാനം രഥിനം വിദ്ധി. സ്വാമി കഴിഞ്ഞ ദിവസം സാമാന്യമായിട്ട് പറഞ്ഞുപോയി. ഇന്നത് പഠിക്കണം. പഠിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെക്കണം. ആത്മൻ ശബ്ദത്തിന് അനേക അർത്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ആത്മൻ ശബ്ദത്തിന് ബോധം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സ്വരൂപമായിട്ടിരിക്കുന്ന ആ ചൈതന്യവത്തായ ശക്തിവിശേഷം എന്ന് മനസ്സിലാക്കുക. രഥിനം വിദ്ധി എന്ന് പറഞ്ഞാൽ രഥി, ഇതിന്റെ ഉടമ. ആരുടേതാണ് ഈ രഥം എന്ന് ചോദിച്ചാൽ ഇത് അർജുനന്റേതാണ്, അല്ലെ? അർജുനനാണ് ഇതിന്റെ ഉടമസ്ഥൻ. അതുപോലെ നമ്മുടെ രഥത്തിന്റെ ഉടമ, അതായത് ഈ ശരീരമാകുന്ന രഥത്തിന്റെ ഉടമ ആര്? ഇതിന്റെ ഉടമസ്ഥതാവകാശം ആർക്കാണ്? അന്വേഷിക്കണം. എല്ലാം എഴുതി വയ്ക്കുമ്പോൾ ഇതാർക്കാണ് എഴുതി വെച്ചത്? അപ്പൊ ആത്മാനം രഥിനം വിദ്ധി. ഒന്നാമത്തത്. ശരീരം രഥമേവത്വം. സ്വാമി ഇന്നലെ പറഞ്ഞു നമ്മുടെ ഫോട്ടോ ആണ് ഈ കാണുന്നത്, നമ്മുടെ ഫോട്ടോ ആണ്. ശരീരം രഥമേവത്വം. ശരീരത്തെ തന്നെയാണ് രഥം ആയി പറയുന്നത്, മൊത്തം ശരീരം. ഇനി ആ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നാണ്. ബുദ്ധിം തു സാരഥിം വിദ്ധി. ബുദ്ധിയെ സാരഥിയായി അറിഞ്ഞാലും. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഡ്രൈവർ. ഇവിടെ ആത്മസ്ഥാനീയനായിട്ട് അർജുനനാണ് നിലകൊള്ളുന്നത്. കാരണം അർജുനനാണ് രഥത്തിന്റെ ഉടമ എന്നുള്ളത് കൊണ്ട്. ബുദ്ധിസ്ഥാനീയനായിട്ട് കൃഷ്ണനാണ്. അർജുനന്റെ രഥം അർജുനൻ ഭഗവാനെ ഏൽപ്പിച്ചു. ഇതാണ് അർജുനൻ ചെയ്ത മഹത്തായ കർത്തവ്യം. നമ്മുടെ രഥം നമ്മളിങ്ങനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ഇല്ലേ? ഏൽപ്പിച്ചിട്ടുള്ളവര് ഭാഗ്യവാന്മാര്. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി. ഇതൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. ആത്മാവിനെയും ബുദ്ധിയെയും. മനഃപ്രഗ്രഹമേവച. മനസ്സാണ് കടിഞ്ഞാൺ. കടിഞ്ഞാണുകൾ, കുതിരയിൽ നിന്ന് പോയിരിക്കുന്ന കയറുകൾ. അതെന്താണ്? മനസ്സ്. പ്രഗ്രഹം, കടിഞ്ഞാൺ മനസ്സാകും. അപ്പൊ ആ മനസ്സ് പോയിട്ട് ഇരിക്കുന്നത് എവിടെയാണ്? ബുദ്ധിയിലാണ്. അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് അന്വേഷണം, ചോദ്യം ഒക്കെ. മനഃപ്രഗ്രഹമേവച. ഇന്ദ്രിയാണി ഹയാനാഹുഹു. ഇന്ദ്രിയങ്ങൾ കുതിരകളാകുന്നു. ഇവിടെ പറഞ്ഞു ശ്വേതൈഹി ഹയൈഹി യുക്തേ. വെളുത്ത കുതിരകളെ കൂട്ടിയിട്ടുള്ള തേരില് മാധവനും അർജുനന്റെയും വരവ്, നമ്മുടെ തന്നെ വരവായിട്ട് നാം കണ്ടു കഴിഞ്ഞ ദിവസം. നാം തന്നെ ജനിക്കുന്നതാണത്. നാം ഈ വിശ്വത്തിലേക്ക് വീഴുന്നതാണ്. നമ്മുടെ വരവാണ്. ഘോഷമൊക്കെ മുഴക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട്. അപ്പൊ ഹയേഹി യുക്തൈ, വെളുത്ത കുതിരകളെ കൂട്ടിയത്. വെളുപ്പ് സത്വഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നു. വെളുപ്പ് സ്വതവേ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സവിശേഷത അതാണ്, സത്വഗുണമാണ് എന്ന് പറയാം. ഇന്ദ്രിയാണി ഹയാനാഹുഹു വിഷയാൻ തേഷു ഗോചരാൻ.
തേഷു, തേഷു എന്ന് പറഞ്ഞാൽ അവയ്ക്ക്, ആർക്ക്? ഇന്ദ്രിയങ്ങൾക്ക് ഗോചരാൻ, സഞ്ചരിക്കാനുള്ള മാർഗം, വിഷയാൻ, വിഷയങ്ങൾ. എത്രയാണ് വിഷയങ്ങൾ എന്ന് ചോദിച്ചാൽ 5 വിഷയങ്ങൾ. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഈ ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം, ഈ 5 വിഷയങ്ങളിലാണ് നാം സഞ്ചരിക്കുന്നത്. ഈ 5 അനുഭവത്തെയാണ് പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത്. 6ാമതൊരു അനുഭവം ഇവിടെ ഇല്ല. അപ്പൊ ശബ്ദസ്പർശ രസരൂപ ഗന്ധത്തെ അനുഭവിക്കുന്നതിനെയാണ് നമ്മൾ ഈ ലോകം എന്ന് പറയുന്നത് തന്നെ ഈ അനുഭവങ്ങളെ അനുഭവിക്കുന്ന ജീവനെയാണ്. പ്രപഞ്ചാനുഭവം എന്ന് പറഞ്ഞാൽ ഈ 5 അനുഭവങ്ങളാണ്. ഈ 5 അനുഭവങ്ങൾ അനുഭവിക്കാൻ 5 ഇന്ദ്രിയങ്ങൾ. അപ്പൊ ഈ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ ഈ റോഡുകളിലൂടെയാണ്, ഈ മാർഗത്തിലൂടെയാണ് പോകുന്നത്. അപ്പൊ കാതാകുന്ന കുതിര ശബ്ദമാകുന്ന റോട്ടിലൂടെ യാത്ര ചെയ്യുന്നു. അടുത്ത വീട്ടിൽ നിന്ന് ചലച്ചിത്രഗാനം കേട്ടുകഴിഞ്ഞാൽ ഉടനെ, അല്ലേ, പണ്ടാണ് ചലച്ചിത്രഗാനം, ഇപ്പൊ ടിവിയുടെ ശബ്ദം കേട്ടാൽ ഉടനെ നമുക്ക് ഓർമ്മയായി, ഓ എന്തോ കാറ്റായിരുന്നോ അല്ലെങ്കിൽ എന്തോ, അല്ലേ, ഇപ്പൊ വേഗം ഞെക്കായി. അപ്പൊ എന്തെങ്കിലും കേട്ടു, എന്തെങ്കിലും ഗന്ധം, മണം നമ്മുടെ മൂക്കിൽ വന്നടിച്ചു. അപ്പം ഈ നാസികയാകുന്ന കുതിര നമ്മളെ അങ്ങോട്ട് എഴുന്നേൽപ്പിക്കും, നടക്കാങ്ങോട്ട് എന്ന് പറയും. അപ്പൊ നമ്മുടെ രഥം അങ്ങോട്ട് പോയി, കടുക്കളയിലേക്ക് പോയി. അങ്ങനെ ശബ്ദ, സ്പർശ, രസ, രൂപ, ഗന്ധങ്ങളിൽ ഈ അനുഭവത്തെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അനുഭവത്തിനായിക്കൊണ്ട് നാം ചെയ്യുന്നതാണ് ജീവിതമെന്ന യാത്ര. ജീവിതം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളുടെ നിരന്തര, അതായത് മാറിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ് ജീവിതം. അനുഭവങ്ങളുടെ പരമ്പര. ഈ അനുഭവങ്ങളുടെ പരമ്പരയിൽ നാം ഈ അനുഭവങ്ങളെ അനുഭവിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഇന്ദ്രിയങ്ങളെയാണ്. ഈ ഇന്ദ്രിയങ്ങളിലൂടെ നാം ഇങ്ങനെ പോകുന്നു. അപ്പൊ കേൾവിയാകുന്ന അത് കാണുന്നു, ഇത് കാണുന്നു, അത് പോകുന്നു. ഇതൊക്കെ ഒരേ സമയത്ത് നടക്കുന്നില്ല. അതുകൊണ്ട് വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യസ്വാമികൾ ഒരത്ഭുതം ചോദിക്കുന്നു. ഓരോരോ ഇന്ദ്രിയങ്ങളിൽ വ്യാപൃതരായി സ്വജീവിതത്തെ ഹോമിക്കുന്ന ചില ജീവജാലങ്ങളുടെ ചിത്രം ആചാര്യസ്വാമികൾ കാണിക്കുന്നുണ്ട്. കുരങ്ക, മാതങ്ക, പതങ്ക, മീന, ഭൃംഗ, നര, പഞ്ചതിരഞ്ജിതക്കിം എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഈ മാൻ ശ്രവണത്തിൽ അത് താല്പര്യം കാണിച്ചിട്ട് അതങ്ങനെ എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതങ്ങനെ നിൽക്കും, അങ്ങനെ നോക്കും. അപ്പോഴാണ് അതിനെ അമ്പയ്യ. അതുപോലെ മത്സ്യം, അതിനെ ചൂണ്ടലിട്ട് കഴിഞ്ഞാൽ അതിന് രസനേന്ദ്രിയത്തിൽ അടിമപ്പെട്ട് അത് പോയി പിടിക്കും. വണ്ട് തേൻ നുകർന്ന് അതിന്റെ മത്തനുഭവിച്ചുകൊണ്ട് അതിൽ പോയി കൂമ്പിയിട്ട് അതുപോലെ കണ്ണില് പാറ്റ അഗ്നി കണ്ടിട്ട് തനിക്ക് കഴിക്കാനുള്ളതാണെന്ന് കരുതിയിട്ട് അതിൽ പോയി വീഴുന്നു. ഇങ്ങനെ ഒരു ഇന്ദ്രിയം മാത്രമുള്ള, ഇതുപോലെ ആന മറ്റാനയുമായിട്ട് ഒരസിയിട്ട് അതിന്റെ ആ സ്പർശാനുഭവത്തിൽ അത് മതിമറന്ന് അതങ്ങനെ ഓടി പോയിട്ട് വല്ല കുഴിയിലും പോയി വീഴുന്നു പറയും. അങ്ങനെ ഏതെങ്കിലും ഒരു ഇന്ദ്രിയങ്ങളിൽ തന്നെ അടിമപ്പെട്ട്, ഒരു ഇന്ദ്രിയങ്ങൾ സചേതനമായി, ഒരൊറ്റ ഇന്ദ്രിയം സചേതനമായി ഇരിക്കുമ്പം ആ ഇന്ദ്രിയത്തിൽപ്പെട്ട് ഓരോരോ ജീവജാലങ്ങൾ അതിന്റെ ജീവിതം ഹോമിക്കപ്പെടുന്ന സമയത്ത് ഈ 5 ഇന്ദ്രിയങ്ങളും പ്രബലമായി നിൽക്കുന്ന മനുഷ്യന്റെ അവസ്ഥ കിം എന്ന് ചോദ്യം. 5ഉം ആക്റ്റീവാണ്, വളരെ ആക്റ്റീവാണ്. കണ്ണൊക്കെ കാണാതെ ആയാൽ ഉടനെ പോവുക ഡോക്ടറെ അടുത്ത്, അല്ലേ? ഡോക്ടർ ഇരുത്തിയിട്ട് ചോദിച്ചു, ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇത് വായിക്കൂ? ഇല്ല. ഇത് വായിക്കൂ? ഇല്ല. അവിടെ കാണുന്നത് മുഴുവൻ വായിച്ച് ചോദിച്ചു, ഇല്ല, ഒന്നും അറിയില്ല. ഇതിപ്പോ എന്താ കുഴപ്പം? അദ്ദേഹം ഇതുവരെ ഇങ്ങനെ ഒരാളെ നോക്കിയിട്ടില്ല. ചോദിച്ചു എന്താണ്? പിന്നെയാ പറഞ്ഞു, എനിക്ക് എഴുത്തും വായനയൊന്നും അറിയില്ല. നോക്കുമ്പോ അതാ കുഴപ്പം. എന്നാലും എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയാം.
അപ്പൊ ഓരോന്ന് കുറയുമ്പോൾ നമ്മൾ ഉടനെ പോയിട്ട് അതിനെ പരിഹരിക്കും. കേൾക്കുന്നില്ലെങ്കിൽ ഉടനെ സൂത്രം വയ്ക്കും. ഈ അഞ്ചും സജീവമാണ് നമുക്ക്. അതുകൊണ്ട് ഈ 5 കുതിരകളെ, ഇവിടെ ചോദ്യം ഉണ്ടായിരുന്നു, എന്താ 4 കുതിരയല്ലാത്തത്? മഹാഭാരതത്തിൽ 4 ഉള്ളൂല്ലോ, പിന്നെ 5 എന്താണ് എന്നൊക്കെ. സ്വാമി ആരെയും വിഷമിപ്പിക്കാനോ അടിയുണ്ടാക്കാനോ വന്നതല്ല. ഗീതാശ്രവണം കൊണ്ട് നമുക്കെന്തെങ്കിലും ഒരു കോൺട്രവേഴ്സിക്കല്ല സ്വാമിയുടെ വരവ്. അതിന്റെ ഉദ്ദേശവും അതല്ല ഉദ്ദേശം. അപ്പൊ ഇവിടെ ചോദ്യം ഉണ്ടായിരുന്നു, എന്താ 4 കുതിരയല്ലാത്തത്? മഹാഭാരതത്തിൽ 4 ഉള്ളൂല്ലോ, പിന്നെ 5 എന്താണ് എന്നൊക്കെ. സ്വാമി ആരെയും വിഷമിപ്പിക്കാനോ അടിയുണ്ടാക്കാനോ വന്നതല്ല. ഗീതാശ്രവണം കൊണ്ട് നമുക്കെന്തെങ്കിലും ഒരു കോൺട്രവേഴ്സിക്കല്ല സ്വാമിയുടെ വരവ്. അതിന്റെ ഉദ്ദേശവും അതല്ല ഉദ്ദേശം. കാരണം ആചാര്യസ്വാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം. ഈ ശബ്ദകോലാഹലങ്ങളൊക്കെ ചിത്തഭ്രമം ഉണ്ടാക്കും. വെറുതെ അതും പോയി നോക്കിക്കഴിഞ്ഞു. ഇത് കേൾക്കുന്നതിലൂടെ, ഇതിപ്പോ കഠോപനിഷത്ത് ഇല്ലാത്തതാണെന്ന് പറയാൻ പറ്റൂ? കഠോപനിഷത്തില് ഋഷി ഇത്ര വ്യക്തമായി പറഞ്ഞ നിലയ്ക്ക് രഥകൽപ്പന എന്ന് പേര് ചൊല്ലി, ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവത്തു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാന്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേത്യാഹു മനീഷിണഃ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി സ്വാമി സന്ദർഭവശ പറയട്ടെ, രഥകൽപ്പന വേറൊരിടത്തുമുണ്ട്. എവിടെയാണെന്ന് ചോദിച്ചാൽ, തുളസി രാമായണത്തില് രാമനോട് എതിരിടാൻ പോകുന്ന രാവണനോട് എതിരിടാൻ പോകുന്ന രാമൻ, ആ സമയത്ത് വിഭീഷണൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനോട് ചോദിക്കുന്നു, അല്ലയോ മഹാപ്രഭു, രാവണൻ എന്ന് പറഞ്ഞാൽ ആള് ഭയങ്കരനാണ്, അവൻ വളരെ സൂത്രശാലിയാണ്, അവന് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട്, അങ്ങനെയാണ് അയാൾക്ക് അതുണ്ട്, ഇതുണ്ട്, രഥമുണ്ട്, പിന്നെ അമ്പുണ്ട്, വില്ലുണ്ട്. അങ്ങേക്കാണെങ്കിൽ ഒരു മെതിയടി പോലും കാലിലില്ലല്ലോ, അങ്ങ് എങ്ങനെയാണ് അയാളോട് യുദ്ധം ചെയ്യുന്നത്? വിഭീഷണ ഗീത എന്നാണ് അതിന്റെ പേര്. വിഭീഷണ ഗീത ആ ഭാഗം. അവിടെ രാമൻ രഥകൽപ്പന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രാവണന് രഥമുണ്ട്, എനിക്ക് രഥമുണ്ട്. എന്റെ രഥം എന്താണ്? എന്റെ രഥം എന്താണ്? എന്റെ ധ്വജം എന്താണ്? എന്റെ രഥചക്രം എന്താണ്? ആ ചക്രത്തിന്റെ ആരക്കാലുകൾ എന്താണ്? ഇങ്ങനെ രഥകൽപ്പന ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സമാനമായിട്ട് മൂല്യങ്ങളെയാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ വിഭീഷണ ഗീതയില് ശ്രീരാമചന്ദ്ര മഹാപ്രഭു വിഭീഷണന് ഉപദേശിക്കുന്നു രഥകൽപ്പനയുടെ താത്പര്യം. അല്ലെങ്കിൽ ഞാനും രാവണനും തമ്മിലുള്ള യുദ്ധം ഏത് പ്രകാരത്തിലുള്ള യുദ്ധമാണെന്ന് തുളസീദാസ് വളരെ ഭംഗിയായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം തർക്കമുള്ളവർക്ക് കൂടുതൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് സ്വാമി പറയുകയാണ്. അപ്പൊ 4 കുതിരയും 5 കുതിരയും രണ്ടും ശരിയാണ്. 4 ഇന്ദ്രിയങ്ങളെ 4 ആക്കി പറയാം. എങ്ങനെയാന്ന് പറഞ്ഞാൽ, ശബ്ദവും സ്പർശവും രസവും രൂപവും ഗന്ധവും ആവുമ്പോൾ 5 ആവും. 4 ആകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, സ്പർശം അറിയുന്നത് ത്വഗിന്ദ്രിയമാണ്. സ്പർശം അറിയുന്നത്. രസം അറിയുന്നതും ത്വഗിന്ദ്രിയമാണ്. രസം. അപ്പൊ ഈ രണ്ടിനെയും കൂടെ ചേർത്ത് 2 in 1 ആക്കി. അതെ. അപ്പൊ 4. അതിനെ വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ 5. അപ്പൊ ഇരിക്കട്ടെ 5 കുതിര. ചിലപ്പോൾ ചിത്രം വരയ്ക്കുന്ന ആൾക്ക് തോന്നിയിട്ടുണ്ടാവാം, ഈ 5 കുതിരയാകുമ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് 2 ആക്കി 4 ആക്കി ചേർത്ത് വെച്ചു. 5 ആയിട്ട് നമുക്ക് പറയാം. കാരണം ഇതെല്ലാം കൽപ്പനയാണ്. മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് നമുക്കിങ്ങനെ തന്നെ മനസ്സിലാക്കാം. അപ്പൊ 5 കുതിരകൾ, 5 ഇന്ദ്രിയങ്ങൾ, 5 അനുഭവങ്ങൾ. ഈ അനുഭവങ്ങളിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത്. അവിടെ പറയുന്നു എന്താണ്, ഈ അനുഭവത്തില്, ഈ യാത്രയിൽ എങ്ങോട്ടാണ് ഈ യാത്ര? അതിനെക്കുറിച്ച് പറയുന്നു ഇവിടെ. യസ്തു അവിജ്ഞാനവാൻ ഭവതി അയുക്തേന മനസാ സദാ തസ്യേന്ദ്രിയാണ്യവശ്യാനി ദുഷ്ടാശ്വ ഇവ സാരഥേഹേ. യസ്തു അവിജ്ഞാനവാൻ ഭവതി, യഹാതു, യാതൊരു സാരഥിയാണോ, ഉപനിഷത്താ സ്വാമി പറയുന്നത്, ഗീതയല്ലേ ഉപനിഷത്ത്,
വിഷയത്തിൽ പറയാം, യസ്തു അവിജ്ഞാനവാൻ ഭവതി യഹാതു, ഏതൊരു സാരഥിയാണോ അവിജ്ഞാനവാൻ ഭവതി, വ്യക്തമായ ലക്ഷ്യബോധം ഇല്ലാതെ ഇരിക്കുന്നത്. ഈ രഥയാത്ര ഞാൻ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്, ഞാൻ എങ്ങോട്ടാണ് നടക്കുന്നത്, ഒരു ചോദ്യം വേണേ. പ്രപഞ്ചത്തിൽ അനേക ജീവജാലങ്ങളുണ്ട്. ഓരോ ജീവജാലത്തിനും കുട്ടികളുണ്ട്. ഇപ്പൊ അടുത്ത വീട്ടിലെ നായയുടെ കാര്യം നോക്കിയാൽ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ നായയെ നോക്കിയാൽ, അല്ലെങ്കിൽ പൂച്ചയെ നോക്കിയാൽ അതിന് കുട്ടികളുണ്ട്. ശരി, എനിക്കുമുണ്ട് കുട്ടികൾ. അത് ഉറങ്ങുന്നു. ശരി, ഞാനും ഉറങ്ങുന്നു. അത് ഭക്ഷണം കഴിക്കുന്നു, ഞാനും ഭക്ഷണം കഴിക്കുന്നു. എന്താ ഞാനും അതും തമ്മിലുള്ള വ്യത്യാസം? കോ ഭേദ. അത് കണ്ണാടി നോക്കുന്നില്ല. ശരി, കണ്ണാടി നോക്കാൻ വേണ്ടിയാണോ ഞാൻ ജനിച്ചത്? പൗഡർ ഇടാൻ വേണ്ടിയാണോ ഞാൻ ജനിച്ചത്? എനിക്ക് ക്ലബുണ്ട്, അതിന് ക്ലബില്ല. എനിക്ക് ഗീതാ ക്ലാസ് ഉണ്ട്, അതിന് ഗീതാ ക്ലാസ് ഇല്ല. അപ്പൊ എന്താണ് എന്റെ ജീവിത ഉദ്ദേശം? എങ്ങോട്ടേക്കാണ് ഞാൻ ഈ രഥത്തെ കൊണ്ടുപോകുന്നത് എന്നറിയാത്തവൻ അവിജ്ഞാനവാൻ ഭവതി, യാതൊരുവനാണോ ലക്ഷ്യബോധമില്ലാതെ, മാർഗം ഏതെന്ന് നിശ്ചയമില്ലാതെ, സദാ അയുക്തേന മനസ്സ, യുക്തമല്ലാത്ത നിയന്ത്രിതമല്ലാത്ത മനസ്സോടുകൂടി. എന്ന് പറഞ്ഞാൽ കുതിരയ്ക്ക് കടിഞ്ഞാണില്ല എന്ന് പറയാം. ഈ കുതിരയ്ക്ക് കടിഞ്ഞാണുണ്ടെങ്കിൽ തന്നെ ആ കടിഞ്ഞാൺ ആരും പിടിക്കാനില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ വീണ്ടും അങ്ങോട്ട് പോകും. ഇവിടുന്ന് എന്തെങ്കിലും കേൾക്കുമ്പോൾ ഇങ്ങോട്ട് വന്നു, അവിടെ അങ്ങോട്ടേക്ക് പോയി. എവിടെ പോകണം, എങ്ങനെ പോകണം എന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരാൾ ഇങ്ങോട്ട് വലിക്കുമ്പോൾ വേറൊരാൾ അങ്ങോട്ട് വലിക്കും. ഇങ്ങനെ നമ്മൾ ആകെ കൂടെ ഒലയുന്നു എന്ന് പറയാം. അങ്ങനെയുള്ള അയുക്തേന മനസാ സദാ തസ്യേന്ദ്രിയാണി അവശ്യാനി, അവന് എന്താ പറയാ, വ്യക്തമായ ലക്ഷ്യബോധമില്ല. അതേ സമയത്ത് മനസ്സെപ്പോഴും നിയന്ത്രിതമല്ലാത്ത, കടിഞ്ഞാൻ വിട്ടുപോയിട്ട് രഥമോടിക്കുന്ന തസ്യ ഇന്ദ്രിയാണി, അവന്റെ ഇന്ദ്രിയങ്ങൾ അവന് വശംവദല്ല. അതുകൊണ്ട് ദുഷ്ടാശ്വ ഇവ സാരഥേഹേ, അവന്റെ അശ്വങ്ങൾ ദുഷ്ടങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ ഇന്ദ്രിയങ്ങള് അവന് ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നിരന്തരം. കാരണം അവൻ ഇന്ദ്രിയങ്ങളെ പീഡിപ്പിക്കുന്നു. അവൻ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതേ അങ്ങനെയാണ്. പരപീഡനത്തിനു വേണ്ടി മാത്രം താൻ തന്റെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നു. മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്ദ്രിയങ്ങൾക്ക് സാധിക്കാവുന്ന ഒരു കാര്യം, തന്നെയും മറ്റുള്ളവരെയും. അങ്ങനെ ദുഷ്ടാശ്വ ഇവ സാരഥേഹേ. എന്നിട്ടോ അവൻ എന്താവുന്നു? നിയന്ത്രണമില്ലാതെ തസ്യ അവശ്യാനി, അവന് നിയന്ത്രണം ഇല്ല, അവൻ നശിക്കുന്നു എന്ന് പറയാം. തുടർന്ന് പറയണു, യസ്തു വിജ്ഞാനവാൻ ഭവതി യുക്തേന മനസാ സദാ തസ്യേന്ദ്രിയാണി വശ്യാനി സദശ്വ ഇവ സാരഥേ. മറിച്ചാണ് മറ്റേ ആളുടെ കാര്യം എന്ന് പറയാം. യഹാതു, യാതൊരുവനാണോ വിജ്ഞാനവാൻ ഭവതി, മനസ്സും ബുദ്ധിയും ഒക്കെ നേർരേഖയിൽ നിൽക്കുന്നത്, എന്തെങ്കിലും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഉടനെ വേണോ വേണ്ടേ എന്ന് അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സാവകാശം, എന്തെങ്കിലും കേട്ടു ഉടനെ ചാടി പുറപ്പെടാതെ, വേണ്ടതാണോ, ആവശ്യമുണ്ടോ, അത് കിട്ടിയിട്ട് എന്താണ് കാര്യം. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു പരസ്യം കണ്ടാൽ മതി, അപ്പൊ അതിൽ കൊണ്ടുപോയി കുറെ കാശിട്ടു, എന്നിട്ട് എല്ലാം പോകുന്ന സമയത്ത് പറയും അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു തട്ടിപ്പായിരിക്കുമെന്ന്, എന്നിട്ടും കൊണ്ടുപോയി ഇടുക എന്നതിലൊക്കെ. ഒരു പത്രപരസ്യം കണ്ടു, എളുപ്പം എങ്ങനെ ധനികനാകാമെന്ന്, 10 രൂപ സ്റ്റാമ്പായി, എന്താ പറയുക, മണി ഓർഡർ അയക്കാൻ. അപ്പൊ അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പോസ്റ്റ് കാർഡിൽ വന്നു, ഇത് തന്നെയാണ് സുഹൃത്തെ കാശുണ്ടാക്കാനുള്ള വഴി, കാരണം നിന്നെ പോലെ കുറെ വിഡ്ഢികൾ എനിക്ക് 10 രൂപ അയച്ചു തന്നിട്ടുണ്ട് എന്ന് പറയാം. അയാൾക്ക് ചെലവ് 45 പൈസയേ ഉള്ളൂ. എന്തെങ്കിലും കേട്ടാവട്ടെ. ഇതുപോലെ എല്ലാ കാര്യത്തിലും ഒരു നിയന്ത്രണമില്ലാത്ത. ഇവിടെ പറയുന്നത് എന്താ? യഹ വിജ്ഞാനവാൻ ഭവതി യുക്തേന മനസാ സദാ, ഇന്ദ്രിയങ്ങൾക്ക് മേൽ പ്രാബല്യം ഉണ്ടായിരിക്കുക. അറിവോടുകൂടി വേദാന്തത്തില് ശമ ദമ എന്ന 2 ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ശമ എന്ന് പറഞ്ഞാൽ ബാഹ്യേന്ദ്രിയ നിഗ്രഹ, ദമ മനോനിഗ്രഹ, 2 നിയന്ത്രണങ്ങളാണ്.
ക്ഷമാദമ ഉപരതി തിദിക്ഷ ശ്രദ്ധ സമാധാനം മുമുക്ഷത്വം ഇത്യാദി ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന രണ്ട് ഗുണങ്ങൾ. ഒന്ന് ബാഹ്യേന്ദ്രിയ നിഗ്രഹവും ഒന്ന് മനസ്സിന്റെ നിയന്ത്രണവും. ഇത് രണ്ടും ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ യുക്തേന മനസാ സദാ തസ്യ ഇന്ദ്രിയാണി വശ്യാനി സദശ്വ ഇവ സാരഥേഹേ. സദശ്വാക്കളായിട്ടുള്ള ആ ഇന്ദ്രിയങ്ങൾ ആ സാരഥിക്ക് വശംവദമാകുന്നു, അവന്റെ യാത്ര സുഗമമാകുന്നു എന്ന് പറയാം. തുടർന്ന് യസ്തു അവിജ്ഞാനവാൻ ഭവതി അമനസ്ക സദാശുചി നസ തത്പദമാപ്നോതി സംസാരം ചാതിഗച്ഛതി. ഉപനിഷത്ത് സംസാരം എന്ന് പറയുന്നത് നമ്മുടെ ഈ പോക്കിനെയാണ്. ആരാണ് സംസാരത്തിൽ വീഴുന്നത്? ഇവിടെ പറയുന്നു യഹാതു, ഏതൊരുവനാണോ അവിജ്ഞാനവാൻ ഭവതി, അവിവേകിയായിട്ടുള്ള സാരഥിയോട് കൂടിയിട്ട്. ആ ഒരു സാരഥി തന്നെ ഇല്ല എന്ന് പറയാം. അത് മദ്യം കഴിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങളൊരു ഓട്ടോറിക്ഷയിൽ കയറി, ഓട്ടോറിക്ഷക്കാരൻ നല്ല എവിടേക്കാ പോണ്ടത് എന്ന് ചോദിച്ചിട്ട് ആ വണ്ടി എടുത്തെന്നുണ്ടെങ്കിലോ എവിടെയും പോണ്ട ഇല്ലേ, നമ്മൾ ഇറങ്ങില്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയുണ്ട്. മനസ്സിനെ കുറിച്ച് പറയുന്ന ഒരു പ്ലെയിൻ ആക്സിഡന്റ് ആവുന്ന കഥ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. പ്ലെയിൻ ആക്സിഡന്റ് ആയത് എങ്ങനെയാന്ന് പറഞ്ഞാൽ റൺവേയിൽ തന്നെയായിരുന്നു. റൺവേയിൽ ലാൻഡ് ചെയ്ത ഉടനെയാണ് പക്ഷെ അങ്ങോട്ട് പോയപ്പം ചിറകൊടിഞ്ഞു. അതിലേറെക്കുറെ എല്ലാവരും മരിച്ചു എന്നാണ്. അതുകൊണ്ട് പത്രക്കാർക്കൊക്കെ വന്ന് അതിനെ പരിശോധിക്കാൻ പറ്റി. അവരൊക്കെ വീഡിയോ ക്യാമറയൊക്കെ ആയിട്ട് വന്നു നോക്കുന്ന സമയത്ത് ഒരാൾക്കേ അതിൽ ജീവനുള്ളൂ. അതൊരു കുരങ്ങനായിരുന്നു എന്നാണ്. കുരങ്ങനെ എങ്ങനെ പ്ലെയിനകത്ത് കയറ്റി എന്നൊന്നും ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല. അതെ, കുരങ്ങനോട് ചോദിച്ചു എന്താ സംഭവിച്ചത്, ഇത് സംഭവിക്കുമ്പോ എന്തായിരുന്നു ആളുകളൊക്കെ ഇങ്ങനെ കാണിച്ചു. കുരങ്ങിന് സംസാരിക്കാറില്ല, കുരങ്ങിന് ആക്ഷൻ കാണിച്ചു. എല്ലാവരും ഉറങ്ങുകയായിരുന്നു. അപ്പൊ പത്രക്കാരെഴുതി ഉറങ്ങുകയായിരുന്നു എല്ലാം. പൈലറ്റ് എന്ത് ചെയ്യായിരുന്നു? അദ്ദേഹം ഉറങ്ങും. അത് ശരി. അപ്പൊ ഇത് ഓടിച്ചതാരാ? പിന്നെ ആക്സിഡന്റ് ആവാൻ വേറെ എവിടെയും പോകണം അല്ലേ? മനസ്സാണ് അവിടെ. മനസ്സ് വാഹനം ഓടിക്കാൻ തുടങ്ങിയാൽ കലാശമാണ്. മനസ്സ് മനസ്സാണ് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പതനം. ബുദ്ധിയാണ് വേണ്ടത്. പക്ഷെ പലപ്പോഴും ഇത് വേഷം മാറിയിട്ട് നിൽക്കും, നമുക്ക് മനസ്സിലാവില്ല ബുദ്ധിയാണോ മനസ്സാണോ. അതാണൊന്ന് തെളിഞ്ഞു കിട്ടേണ്ടത്. ചഞ്ചലാത്മിക മനഃ നിശ്ചയാത്മിക ബുദ്ധി എന്ന് പറഞ്ഞുവല്ലോ, മനസ്സിലാക്കേണ്ടത് അതാണ്. അപ്പം യഹാത്തു അവിജ്ഞാനവാൻ ഭവതി അമനസ്ക പറയുന്നു. നിയന്ത്രിതമല്ലാത്ത മനസ്സോടുകൂടി സദാ അശുചിഹി, ശുചിയല്ലാത്ത അവൻ നസ തത്പദമാപ്നോതി, അവൻ ആ പദത്തിൽ എത്തിച്ചേരുന്നില്ല. അവന്റെ രഥം അവിടെ എത്തുന്നില്ല. പിന്നെ അവന്റെ രഥം എവിടെയാണ്? സംസാരം ച അധികച്ചതി. അതിങ്ങനെ തൃശ്ശൂരിൽ അറിയാത്തൊരാൾ പോയി കഴിഞ്ഞാൽ ആ റൗണ്ടിൽ കിടന്നിങ്ങനെ കറങ്ങും. ആ കോഴിക്കോട് റോഡിലേക്ക് ഇങ്ങോട്ട് പോണമെന്നുണ്ടായിരുന്നു, ഗുരുവായൂർക്കും അവിടെയൊക്കെ. അബദ്ധവശാൽ തൃശ്ശൂർ പെട്ടു. കറക്കം തന്നെ കറക്കും ഇല്ലേ, തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയാം. പോയിട്ടുള്ളവർക്കറിയാം. അതിന് ചില വഴികളുണ്ട്, അതിലെ അങ്ങോട്ട് പോകണം. അപ്പോഴേ ഇങ്ങോട്ട് പുറത്തേക്ക് അടക്കാൻ പറ്റും. സംസാരം ച അധികച്ചതി. ചക്രവ്യൂഹത്തിൽ ഇന്നലെ അഭിമന്യു പെട്ടു എന്ന് പറഞ്ഞല്ലോ. പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, നിവർത്തിയില്ല. തുടർന്ന് പറയുന്നു യസ്തു വിജ്ഞാനവാൻ ഭവതി സമനസ്ക സദാശുചി നസ തത്പദമാപ്നോ സതു തത്പദമാപ്നോതി യസ്മാത് ഭൂയോ ന ജായതേ. വിജ്ഞാന സാരഥിർയസ്തു മനഃപ്രഗ്രഹവാൻ നരഃ സ്വധ്വന പാരമാപ്നോതി തദ്വിഷ്ണു പരമം പദം. ആ വിഷ്ണുവിന്റെ പരമപദത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക്. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ വിഗതാഹ കുണ്ടാഹ തസ്യ ഭാവ വൈകുണ്ഠം. തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ടുള്ള ഒരു ഈ ട്രാഫിക് ജാം ഒന്നുമില്ല എന്ന് പറയാം. നല്ല യാത്ര. നമ്മൾ തന്നെ പറയാ എങ്ങനെ അല്ലേ, എങ്ങനെയുണ്ട്? പോകുന്നു. എങ്ങനെ പോകണം? തട്ടിമുട്ടിയൊക്കെ പോരാന്ന് പറയാം. തട്ടാതെ മുട്ടാതെ വേണം പോവാൻ. ജീവിതമാകുന്ന യാത്ര സുഗമമായിട്ട് പോട്ടെ എന്ന് പറയാം.
ഇപ്പൊ ഇവിടെ പറയും, എന്താ പറയുന്നത്? യസ്തു വിജ്ഞാനവാൻ ഭവതി, ഏതൊരുവനാണോ വിവേകിയായിട്ടുള്ള ബുദ്ധി സാരഥിയോട് കൂടിയിട്ട് സമനസ്ക, വശപ്പെട്ട മനസ്സോടുകൂടി, ആ ഇന്ദ്രിയങ്ങൾ മുഴുവൻ തനിക്ക് വശംവദമായി കഴിഞ്ഞു എന്ന് പറയാം. സദാശുചി, എപ്പോഴും ആ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ നിവർത്തിപ്പിക്കാൻ സദാ ജാഗരൂകനായിട്ടിരിക്കുന്ന അവന് എന്താണ്? സഹ, അവൻ തത്പദം ആപ്നോതി, ആ പരമമായിട്ടുള്ള പദത്തെ പ്രാപിക്കുന്നു. വിജ്ഞാന സാരഥിറിയസ്തു യഹ, ഏതൊരുവനാണോ വിജ്ഞാന സാരഥി, ലക്ഷ്യബോധമുള്ള സാരഥിയായിട്ടുള്ള അവൻ മനഃപ്രഗ്രഹവാൻ നരഹ, മനസ്സാകുന്ന കടിഞ്ഞാണിനെ നിയന്ത്രണം ചെയ്തിട്ടുള്ളവനാണ്. അവന് രാമായണത്തില് സുഗ്രീവൻ എന്ന് പേര്. സുഷ്ടും ഗ്രീവം ഇത് സുഗ്രീവം, നിയന്ത്രണത്തോടുകൂടിയ മനസ്സ് സുഗ്രീവം. പ്രഗ്രഹം, കടിഞ്ഞാണിനെ നിയന്ത്രിച്ചിട്ടുള്ള അവന് സഹ, അവൻ അധ്വന പാരം, അവൻ അതിന്റെ മറുകര കടന്നവനാണ് എന്ന് പറയാം. അധ്വന പാരം, അവൻ തത്പദം ആപ്നോതി, തദ് വിഷ്ണു പരമം പദം, ആ വിഷ്ണുവിന്റെ വൈകുണ്ഠം. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭൂഗോളമല്ല, എല്ലാ തടസ്സങ്ങളും നീങ്ങിയിട്ടുള്ള ഈ ലോകം തന്നെ. ഏതൊരു ലോകമാണോ ദുരിതമാണ് എന്ന് താൻ മുൻപ് വിധി എഴുതിയത്, അതേ ലോകം സ്വർഗമാണ് എന്ന് പറയാം. സ്വർഗം എന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഒരു കുട്ടി അടുത്തൊരു തമാശ പറയട്ടെ. ഈ ആദം ഔവ അവർ രണ്ടുപേരും ഏത് രാജ്യക്കാരാണെന്ന് ചോദിച്ചു അത്ര. അപ്പൊ പറഞ്ഞാൽ അവർ ഇന്ത്യ രാജ്യക്കാരാണ്. അത് നിനക്ക് എങ്ങനെ മനസ്സിലായിരുന്നു? അല്ല, ഒരു ആപ്പിള് അവർക്ക് അവിടെ ഒന്നുമില്ല കഴിക്കാൻ. ഒരാപ്പിളേ ഉണ്ടായിരുന്നുള്ളൂ, അത് രണ്ടാക്കിയിട്ട് അവർ കഴിച്ചിട്ട് പറഞ്ഞു ഇത് സ്വർഗമാണ് അല്ലേ? അങ്ങനെ ഒരാപ്പിള് മാത്രം ഇരിക്കുക, അത് കഴിച്ചിട്ട് സ്വർഗാണെന്ന് പറയണമെങ്കിൽ അത് ഇന്ത്യ ആവാനേ സാധ്യതയുള്ളൂ എന്നാണ്. ഇന്ത്യക്കുള്ള നല്ലൊരു കോംപ്ലിമെന്റാണ്. പക്ഷെ ഇപ്പൊ നമ്മളത് അങ്ങനെ പറയുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതാണ്. അപ്പൊ ഏതൊരു ലോകമാണ് തനിക്ക് മുൻപ് ദുരിതങ്ങൾ നിറഞ്ഞതാണ് എന്ന് തോന്നിയത്, അതേ ലോകം തന്നെ, അതേ സൂര്യൻ. പക്ഷെ ആ സൂര്യോദയത്തിന് ഒരു പുതുമയുണ്ട് എന്ന് പറയാം. പഴയ നക്ഷത്രങ്ങളെയല്ല ഞാൻ ഇന്ന് കാണുന്നത്, പഴയ ചന്ദ്രനും പഴയ പൂക്കളും ഒന്നുമല്ല. ഒരു പുതുമയുണ്ട്, എല്ലാറ്റിലും ഒരു സംഗീതമുണ്ട് എന്ന് പറയാം. ഇനി ഇവിടെ നിന്നിട്ട് നമുക്ക് ഈ രഥത്തെ കൊണ്ടുപോയിട്ട് അർജുനൻ പറയുന്ന ഇരു സൈന്യങ്ങളുടെ മധ്യത്തിലേക്ക്. ഇതാണ് രഥം. നമ്മുടെ ശരീരം, മനസ്സ്, ബുദ്ധി, ആ ഇന്ദ്രിയങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വിഷയങ്ങൾ. ഇവിടെ ഇത്രയും ആളുകളാണ് ഇതിലുള്ളത്. ഭഗവാൻ ബുദ്ധിസ്ഥാനീയനായിട്ട്, അർജുനൻ എന്താ പറയാ, ഇതിന്റെ ഉടമയായിട്ടാണ് തൽക്കാലം. പക്ഷെ ആ അർജുനനെ കവിധ്വജനായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് കവി. അതുകൊണ്ട് മനസ്സിന്റെ പ്രതീകമാണ്, ഇളക്കമുള്ള ഉടമ തന്നെയാണ്. വളരെ ഭംഗിയിലാണ്. അത് ആലോചിച്ച് നോക്കണേ, ആലോചിച്ച് ഉറപ്പിച്ചു വെക്കണം. അതായത് ഉടമ ആരെന്നറിയാതെ മനസ്സാണ് ഇപ്പൊ ഉടമയായിട്ടിരിക്കുന്നത്. മനസ്സാണ് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ആരാ, നിങ്ങൾ ആരാ, മനസ്സിലായില്ലല്ലോ, എന്നെ മനസ്സിലായില്ലേ, ഞാൻ മനസ്സിലാക്കി തരാം ആരാണ് ഇല്ലേ. എന്നെക്കുറിച്ച് പറയുന്നവൻ ആരാണ്? ഏതൊരു ഞാനിനെയാണ് ഞാനിന്ന് ഞാൻ എന്ന് പറയുന്നത്? യഥാർത്ഥ ഞാൻ ആരാണ്? അപ്പൊ മനസ്സാണ് ഇപ്പം എന്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്, എന്നെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് മനസ്സിനെ നമുക്ക് സ്വീകരിക്കാം. എന്നിട്ട് മനസ്സും ബുദ്ധിയുമായിട്ടുള്ള ഒരു സംവാദം. അപ്പൊ അർജുനൻ ചോദിക്കുന്നു ഭഗവാനോട്. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത. എന്താ പറയുന്നത്? ഇരു സൈന്യങ്ങളുടെ മധ്യത്തിലായിട്ട് എന്റെ തേരിന്, എന്റെ രഥത്തെ കൊണ്ടുപോയി നിർത്താൻ. അപ്പം ധ്യാനത്തില് ഇതാണ് സംഭവിക്കുന്നത്. ഇരു ചിത്തവൃത്തികളെ നിരീക്ഷിക്കുക. ആരോടാണ് എനിക്ക് ജയിക്കേണ്ടത്? ആരൊക്കെയാണ് എന്റെ ശത്രുക്കൾ? ആരൊക്കെയാണ് എനിക്ക് ഇല്ലായ്മ ചെയ്യേണ്ടത്? ധ്യാനത്തിൽ ഞാൻ ചെയ്യുന്നത് അതാ. ധ്യാനം എന്ന് പറഞ്ഞാൽ വെറുതെ കണ്ണടച്ചിരിക്കലല്ല. എന്റെ ഉള്ളില് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എന്റെ മനസ്സ് എങ്ങോട്ട്? അത് സദ്വികാരങ്ങളാവട്ടെ ദുർവികാരങ്ങളാവട്ടെ, ഒക്കെ വികാരങ്ങളാണ്.
എല്ലാ വികാര വിചാരങ്ങളെയും നിരീക്ഷിക്കുക. അതിനെനിക്ക് എന്തു വേണം? ഒരു പ്രത്യേക ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ എനിക്ക് നിൽക്കാൻ സാധിക്കണം. ഉപനിഷത്ത് കേനോപനിഷത്ത് പറയുന്നു, പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദതേ ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ അമൃതം. പ്രതിബോധ വിദിതം മതം, ബോധം പ്രതി ഉദിച്ചുയരുന്ന ബുദ്ധിസങ്കല്പങ്ങളെ വിശകലനം ചെയ്യുക, ഓരോ ചിത്തവൃത്തികളെയും നിരീക്ഷിക്കുക. അത് തന്നെയാണ് യുദ്ധം. ആദ്യം ആ നിരീക്ഷണമാണ്. അർജുനൻ ഇവിടെ പറയുന്നുണ്ട്, അർജുനൻ പറയാൻ പോകുന്നുണ്ട്. ഇപ്പൊ അർജുനൻ പറഞ്ഞത്, ഇരു സൈന്യങ്ങളുടെ മധ്യത്തിലായി എന്റെ രഥത്തെ സ്ഥാപിച്ചാലും. ഉപനിഷത്ത് കേനോപനിഷത്ത് പറയുന്നു, പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദതേ ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ അമൃതം. പ്രതിബോധ വിദിതം മതം, ബോധം പ്രതി ഉദിച്ചുയരുന്ന ബുദ്ധിസങ്കല്പങ്ങളെ വിശകലനം ചെയ്യുക, ഓരോ ചിത്തവൃത്തികളെയും നിരീക്ഷിക്കുക. അത് തന്നെയാണ് യുദ്ധം. ആദ്യം ആ നിരീക്ഷണമാണ്. അർജുനൻ ഇവിടെ പറയുന്നുണ്ട്, അർജുനൻ പറയാൻ പോകുന്നുണ്ട്. ഇപ്പൊ അർജുനൻ പറഞ്ഞത്, ഇരു സൈന്യങ്ങളുടെ മധ്യത്തിലായി എന്റെ രഥത്തെ സ്ഥാപിച്ചാലും. എന്താ ഭഗവാൻ പറയുന്നത്? എന്തിനാണ് രഥസ്ഥാപനം? ഈ രഥസ്ഥാപനം കൊണ്ട് അർജുനൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? പറയുന്നു അർജുനൻ, നോക്കാം. യാവദേതാൻ നിരീക്ഷേഹം യോധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോധവ്യം അസ്മിൻ രണസമുദ്യമേ. കഠോപനിഷത്തില് അടുത്ത 2 മന്ത്രങ്ങളും കൂടെ ഉണ്ട്. സ്വാമി അത് ഇത് 2 ശ്ലോകങ്ങളും കൂടെ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറയാം. എങ്ങനെയാണ് വിഷ്ണുപദത്തിൽ എത്തുക എന്ന് ഉപനിഷത്ത് വീണ്ടും പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തേക്ക്, അതിനപ്പുറത്തേക്ക് അവിടെ നിന്ന് ആ ഭഗവാനിൽ എത്തിച്ചേരേണ്ടത്. ധ്യാനത്തിന്റെ പരമകാഷ്ഠയെക്കുറിച്ച് നോക്കാം. യാവത് ഏതാൻ നിരീക്ഷേ അഹം യോദ്ധുകാമാൻ അവസ്ഥിതാൻ കൈഹി മയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. അസ്മിൻ രണസമുദ്യമേ, ഈ രണഭൂമിയില്, ഈ യുദ്ധഭൂമിയില്. നല്ല പ്രയോഗമാണ്, ഓർക്കുക. യുദ്ധം ആരംഭിക്കുന്നത് ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തോ ഏതെങ്കിലും ഒരു ആയുധപ്പുരയിലോ അല്ല. യുദ്ധത്തിന്റെ ആരംഭം മനസ്സിലാണ്. ഏത് യുദ്ധവും പൊട്ടിപ്പുറപ്പെടുന്നത് ആദ്യം ഏതോ മനസ്സിലാണ്. അത് 1 ആയാലും 2 ആയാലും ഇനി 3 ഉണ്ടെങ്കിൽ അതും. 1-ാം ലോക മഹായുദ്ധത്തിന് കാരണമായി ഭവിച്ചത് എന്തൊക്കെയാണ് എന്ന് യുദ്ധചരിത്രം ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ പിടികിട്ടും. 2-ാം ലോക മഹായുദ്ധത്തിന് കാരണമായത് എന്താണ്? നിസ്സാരങ്ങളായിട്ടുള്ള കാരണങ്ങളൊക്കെയാണ്. നിസ്സാരങ്ങളാണ്, വളരെ നിസ്സാരം. ഭാര്യയും ഭർത്താവരും അതിൽ സ്ത്രീയെ കൊന്നതാണ് ആദ്യം ആരംഭം ഒന്നിന്. അത് പിന്നീട് വംശീയ കലാപമാകുന്നു. പിന്നീട് അതിൽ ചിലര് ഭാഗം ചേരുന്നു. അനന്തരം അത് അയൽ രാജ്യത്തേക്ക് വ്യാപിക്കുന്നു. പല രാജ്യങ്ങൾ കൂറുപുലർത്തുന്നു. ചിലർ വിട്ടുനിൽക്കുന്നു. വിട്ടുനിൽക്കുന്നവരോട് അസൂയ തോന്നുന്നു. അവിടെ ബോംബിടാൻ കൊണ്ട് പിന്നെ പല പല പരീക്ഷണങ്ങൾ. ഈ ഉണ്ടാക്കിയ ബോംബൊക്കെ ഒന്ന് പൊട്ടിക്കണ്ടേ? പിന്നെ ശാസ്ത്രകാരന്മാർക്ക് അവരുടെ പരീക്ഷണത്തിനും മറ്റും. ഇപ്പൊ യുദ്ധത്തിന്റെ കാരണം അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ വളരെ രസമാണ്. എവിടെയാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത്? മനുഷ്യ മനസ്സിൽ. ഏത് യുദ്ധവും, ഏതും ഇവിടെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ആരംഭിച്ചത് ആദ്യം ഏതോ ചില മനസ്സിലാണ്. അതുകൊണ്ടാണ് ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ആ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമ്പോൾ കൊല ചെയ്ത ആളെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അന്വേഷണം അവിടം കൊണ്ട് അവസാനിക്കില്ല. അവനൊരു വാടക കൊലയാളിയാണെങ്കിൽ അന്വേഷണം വീണ്ടും മുന്നോട്ട് പോകും. ആരാണ് ഇതിന്റെ പിറകിൽ? അങ്ങനെയാണ് ചില ഹോട്ടലിലൊക്കെ അന്വേഷണം എത്തും. അപ്പൊ ആ ഹോട്ടലിൽ 22-ാം റൂമിൽ ഒരു 3 പേര് റൂം എടുത്തു എന്നും ആ 22-ാം റൂമിൽ ഇരുന്ന് അവർ ചർച്ച ചെയ്തു എന്നും
എന്നാ 22-ാം റൂമിനെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ ഇരുന്ന 3 പേരിൽ ഒരു വിദ്വാന്റെ മനസ്സിൽ അവൻ പദ്ധതി ആസൂത്രണം ചെയ്തു. അവൻ പറഞ്ഞു ഇന്നടത്തിട്ടിട്ട് ശരിയാക്കാം എന്ന്. അപ്പൊ ആ കൊല നടക്കുന്നത് ചിലപ്പം 1 വർഷം കഴിഞ്ഞിട്ടോ 2 വർഷം കഴിഞ്ഞിട്ടോ ആയിരിക്കാം. പക്ഷെ കൊല വളരെ മുൻപേ നടന്നു കഴിഞ്ഞു. എവിടെ? ഏതോ ചില മനസ്സിൽ. അവിടേക്കാണ്, ആ കുരുക്ഷേത്ര ഭൂമിയിലേക്കാണ് വ്യാസൻ നമ്മെ ക്ഷണിക്കുന്നത്. അപ്പൊ അസ്മിൻ രണസമുദ്യമേ, ഈ രണഭൂമിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ പലപ്പോഴായിട്ട് നമ്മൾ എത്ര പേരെ കൊല്ലാൻ ശ്രമം നടത്തിയിട്ടുണ്ടെന്നറിയാം. എത്ര ആളുകളെ. ഒരു റോഡ് ബ്ലോക്ക് ഉണ്ടാവുമ്പോൾ തന്നെ നമ്മൾ പല്ല് കടിച്ചിട്ട് എല്ലാറ്റിനെയും വെടിവെച്ച് കൊല്ലണം. ഈ ഓട്ടോറിക്ഷക്കാരെ മുഴുവൻ, ബാക്കി സ്വാമി പറയുന്നില്ല, ആരെങ്കിലും ഇതിലൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ. കാരണം പലർക്കും ഓട്ടോറിക്ഷക്കാരെന്തോ റോഡ് ബ്ലോക്ക് ഉണ്ടാക്കാൻ മാത്രം വന്നവരാണ് എന്നൊരു ധാരണയാണ്. എന്തോ അവർക്ക് സൗകര്യമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പോവാൻ. നമ്മളൊന്ന് കാലൊന്ന് കൈയൊക്കെ ഒന്ന് ഇങ്ങനെ ആയി കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ കൂടെയൊക്കെ അവർ പോകുന്നു പറയാം. അവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. രാവിലെ മുതൽ ഇത് ഓടിക്കുകയാണ്, രാവിലെ മുതൽ രാത്രി വരെ, ഭാര്യയും കുട്ടികളും, അവർക്ക് അവരുടേതായിട്ടുള്ളത്. അതൊക്കെ വെച്ച് ഇതിങ്ങനെ ഒരു ഓട്ടമാണ്. നമ്മളപ്പോഴാണ് വൈകുന്നേരം ഒരു പച്ചക്കറിക്കൊക്കെ ആയിട്ടൊരു വരം. ഇവരെ കൊണ്ട് അപ്പൊ നമ്മുടെ ഉള്ളിൽ യുദ്ധം. അപ്പൊ ഒരല്പം പോലും നമ്മൾ വിട്ടുകൊടുക്കില്ല. നമ്മൾ അവിടെ തന്നെ നിർത്തും. നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു അനുഭവം നിങ്ങളോട് പറയാം. ഒരു കയറ്റമാണ്, ഒരു കയറ്റം. ഒരു ഓട്ടോറിക്ഷയ്ക്ക് കൃത്യമായിട്ട് പോകാനുള്ള വഴിയാണ്. 2 ഓട്ടോറിക്ഷ ഒരുമിച്ച് പോവില്ല. ഒരെണ്ണം കയറി വരുന്നു, ഒരെണ്ണം ഇറങ്ങി വരുന്നു. 2 പേരും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. ഒരാളും വിട്ടുകൊടുക്കുന്നില്ല. അത് നമുക്ക് അത്ഭുതമായി. ഒരാളിനി മുകളിൽ കൂടെ പോകുമോ? എന്തായാലും ഒന്ന് കാണണം. ഏകദേശം സമാസമയത്തിയപ്പോൾ അവിടെ നിർത്തി. എന്നിട്ട് ഒരാൾ ഇങ്ങനെ റൈസാക്കാൻ തുടങ്ങി. കാരണം ഞാൻ നിർത്തില്ല, നീ വേണമെങ്കിൽ പിറകിലേക്ക് എടുക്കാൻ. അപ്പൊ അവൻ എന്ത് ചെയ്തു? ഓഫ് ചെയ്തു. അപ്പൊ ഇയാളും ഓഫ് ചെയ്തു. പിന്നെ അങ്ങനെ നിന്നു കുറെ പേര്, 2 പേരും അങ്ങനെ നിർത്തി. ആർക്കും ഒരു തിരക്കുമില്ല അവിടെ. ഒരാൾ ഫയലിൽ നിന്നെടുത്ത് പത്രം എടുത്ത് വായിക്കാൻ തുടങ്ങി. അപ്പൊ മറ്റവൻ കുറച്ച് കഴിഞ്ഞിട്ട് അവന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, വായിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊന്നും തരണം. അതെ, എന്നാലും ഞാനിവിടെ നിൽക്കുന്നു പറയാം. അങ്ങനെയുള്ളൊരു വാശി, അതിന്റെ മുകളിലുണ്ടാവുന്ന അടി അല്ലെ, എത്ര ചെറിയ തട്ടലും മുട്ടലും ഉണ്ടാവുന്ന സമയത്ത് അടി നടക്കുന്നത് കാണാം. ഒരു ബസ് ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ, ഒരു ബസ് എങ്ങനെയെങ്കിലും ഒരു കുട്ടിയെ തട്ടി, ഒരു വൃദ്ധനെ തട്ടി, ഒരു സ്ത്രീയെ തട്ടി, ഒരു ബസ്സിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങുന്ന സമയത്ത്, അവർക്ക് ഒരു ലൈസൻസും ഇല്ലാതെ ഇറങ്ങുന്ന സമയത്ത് ആ സാരിയൊക്കെ കുടുങ്ങി മറിഞ്ഞു വീണിട്ടുണ്ടാവും. ആ ഡ്രൈവറെ പിടിച്ചിട്ട് ശരിയാക്കി കളയും. നമ്മുടെ മനസ്സ് അങ്ങനെ സെറ്റായിരിക്കുക. ബസ് ഇടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഡ്രൈവറെ തല്ലണം. അതുകൊണ്ട് ഡ്രൈവർ എന്ത് ചെയ്യണമെന്നറിയോ? ആ കാക്കി ഊരി മുണ്ട് ഊരിയിട്ട് വെറും ട്രൗസർ ഇട്ട് കൂടും. അതെ, പലപ്പോഴും ബസ് ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ വെറും ട്രൗസർ ഇട്ട് ഓടുന്ന ആളെ കണ്ടാൽ മനസ്സിലായിക്കോളുക ഡ്രൈവറാണ്. അതെ, എത്രയോ അനുഭവങ്ങളാണ്. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ആ മനസ്സ് അസ്മിൻ രണസമുദ്യമേ, ഈ രണഭൂമിയിൽ ആരൊക്കെയാണ് പറയുന്നു? അസ്മിൻ രണസമുദ്യമേ യോദ്ധുകാമാൻ. ഗംഭീരാണ് പ്രയോഗങ്ങൾ. യോദ്ധുകാമാൻ, യുദ്ധത്തെ ആഗ്രഹിച്ചുകൊണ്ട്, യുദ്ധത്തിനായിട്ടുള്ള കാമനയോടുകൂടി, യോദ്ധുകാമാൻ അവസ്ഥിതാൻ, അണിനിരന്ന് നിൽക്കുന്ന. അവരങ്ങനെ നിൽക്കുകയാണ് ഉള്ളിൽ, യുദ്ധം ചെയ്യാൻ കണക്കായിട്ട്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടോ? ഒരു ചെറിയൊരു ആക്സിഡന്റ്, ചെറുതായിട്ടൊരു ആക്സിഡന്റ് ആയിരിക്കും. ഒരു വണ്ടി വേറൊരു വണ്ടിയുടെ പിറകിൽ തട്ടി. ഈ സംഭവയെ കാണാത്ത ആളുകളും വന്ന അഭിപ്രായം പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്പീഡ് കൂടുതലാണ്. ഞാൻ പലപ്പോഴായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾ എവിടെയാ വീട്? ഞാൻ കൊയിലാണ്ടിയാ. പിന്നെ നിങ്ങൾ എന്നെ അല്ല, ഞാൻ പൊതുവെ വണ്ടിക്കാരെ ഞാൻ കാണാറുണ്ട്. അപ്പൊ ഒരിക്കൽ പോലും കാണാത്ത ആളോടും അയാൾ ഉടനെ അതിൽ ഇടപെട്ടു. അപ്പൊ നമ്മുടെ ഉള്ളില് ഈ ഒരു സിനിമാ സംവിധായകൻ അദ്ദേഹമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു,
സ്വാമി, ഈ സിനിമയിൽ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും ഈ കാര്യം, എന്നാലും അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പോലീസ് ഓഫീസറെ അടിക്കുന്ന സമയത്ത്, ഒരു മന്ത്രിയെ വെടിവെക്കുന്ന സമയത്ത്, ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് ഈ പ്രേക്ഷകൻ ഈ സിനിമ ഏറ്റവും കൂടുതൽ ഓടുന്നത് എന്തുകൊണ്ടാണ്? അവൻ ഇതൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പൊ അവന്റെ ആ വികാരത്തെ അവന് പുറത്തേക്ക് ഒഴുക്കാൻ പറ്റുന്നത് അവന്റെ ഇഷ്ടനടൻ ആ കൃത്യം നിർവഹിക്കുമ്പോഴാണ്. യുദ്ധമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തനിക്ക് ഒരു പോലീസ് ഓഫീസറെ നോക്കിയിട്ട് കൈയൊന്നും ഇങ്ങനെ ഒക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്റെ ഇഷ്ടപ്പെട്ട ഒരാളിലൂടെ അതങ്ങോട്ട് നിർവഹിക്കുമ്പോൾ തനിക്ക് തൃപ്തിയായി ആവും. അതുകൊണ്ട് ആ തിയേറ്ററിൽ വിസിലടി കൈയടിയൊക്കെ ഉണ്ടാവുന്നത്. മന്ത്രിയോട് കുറെ കാര്യങ്ങളൊക്കെ പറയുമ്പം, ഡോക്ടറോട് പറയുമ്പം, ജഡ്ജിനോട് പറയുമ്പോൾ, അങ്ങനെ ഓരോരുത്തരോട് പറയുമ്പോൾ നമുക്കൊരു ഒരു തൃപ്തി ആവും. വെരി ഗുഡ്. തന്റെ അപ്പൊ യുദ്ധം ചെയ്യണം തനിക്ക്, അതിനുള്ള അവസരമില്ല. അപ്പൊ യോദ്ധുകാമാൻ അവസ്ഥിതാൻ, ഈ യുദ്ധം ചെയ്യാൻ എല്ലാവരുടെ ഉള്ളിലും, ആരുടെ ഉള്ളിലും ഇതില്ലാത്തതില്ല. ഈ യുദ്ധത്തിനായിട്ടുള്ള ഈ കാമന, ഈ ആഗ്രഹം, യോദ്ധുകാമാൻ അവസ്ഥിതാൻ, അണിനിരന്നു നിൽക്കുന്ന ഏതാൻ, ഏതാൻ എന്ന് പറഞ്ഞാൽ ഇവരെ, അഹം നിരീക്ഷ്യ യാവത്, ഞാൻ യാവതഹം നിരീക്ഷ്യ, ഞാൻ എത്ര നേരം ഇവരെ നിരീക്ഷിക്കുന്നുവോ, മയ, എന്തിനാണ് മയ എന്നാൽ, കൈഹി സഹ, ആരോടൊക്കെയാണ് ഞാൻ യോദ്ധും, യുദ്ധം ചെയ്യേണ്ടത്, ആരോടൊക്കെയാണ് എനിക്ക് യുദ്ധം ചെയ്യേണ്ടത്, ഇത് നമ്മൾ അറിയണം. എന്നിട്ട് വേണം നമ്മൾ യുദ്ധം ചെയ്യാൻ. ഇപ്പൊ നമുക്ക് അറിയില്ല ആരോടാ യുദ്ധം ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ടാണ് ഈ അമ്മായിയമ്മയ്ക്ക് മരുമകളോട് നിരന്തരം യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ മരുമകൾക്ക് അമ്മായി അമ്മയോട് യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. തിരിച്ചും മറിച്ചും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള യുദ്ധം, കുട്ടികളും മക്കളും തമ്മിലുള്ള യുദ്ധം. ഈ യുദ്ധം കൈഹി, ആരോടാണ് മയ യോദ്ധവ്യം, ഞാൻ യുദ്ധം ചെയ്യേണ്ടത്. രാവിലെ എഴുന്നേറ്റാൽ എനിക്ക് ആരോടാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത്? അപ്പൊ ഒരു യുദ്ധം ഞാൻ മര്യാദയ്ക്ക് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് പുറത്തിങ്ങനെ യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് യുദ്ധം ചെയ്യാനാ ഭഗവാൻ പറഞ്ഞത്. അയ്യോ, നമ്മൾ പറയുന്നു അയ്യോ അത് മഹാപാവല്ലേ സ്വാമി യുദ്ധം ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന യുദ്ധം ഭാര്യയോടും കുട്ടികളോടും അച്ഛനോടും അമ്മയോടും, അത് പിന്നെ ഒരു കുടുംബമൊക്കെ ആയാൽ അങ്ങനെയൊക്കെ വേണ്ടേ? വേണ്ട. കുടുംബത്തിൽ അടിയുണ്ടാവണമെന്നാ പറഞ്ഞിരിക്കുന്നത്. കുടുംബത്തിൽ അങ്ങനെ ഒരു അടിയും വേണ്ട. ഇത്ര സന്തോഷമായിട്ട് കഴിയാം. അങ്ങനെയാണല്ലോ നമ്മൾ ആദ്യം കഴിഞ്ഞത്. അതെ, ഏതാ ആദ്യം? കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം. അയ്യോ, ആദ്യ ദിവസം, അതായത് രണ്ടാമത്തെ ദിവസം, അതായത് ആദ്യ ദിവസം കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രഭാതം എന്ന് വേണമെങ്കിൽ പറയാം. അന്നുണ്ടാക്കി കൊടുത്ത ചായയെക്കുറിച്ചുള്ള വർണ്ണന എന്ത് ഒരു വകയ്ക്ക് കൊള്ളില്ല അത്. പക്ഷെ പറഞ്ഞത് എന്തായിരുന്നു? ഹോ, അന്ന് രാവിലെ ഉണ്ടാക്കി കൊടുത്തത് എന്തായിരുന്നു? സത്യം പറഞ്ഞ ഉപ്പുമാവ, വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. അതിനെക്കുറിച്ചും എന്താ പറഞ്ഞത്? എനിക്ക് വളരെ തൃപ്തിയായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഇല്ലേ? എന്തൊരു ശ്രദ്ധയായിരുന്നു. ഓഫീസിൽ പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാ പറഞ്ഞത്? നോക്കൂ, അത് ദാ ഇവിടെയാണ് കേട്ടോ, ദാ ഈ സ്വിച്ച് ഇതാണേ, ദേ നോക്ക, പിറകില് ഇപ്പൊ തുറന്നിടരുതേ, അവിടെ ആ നായുണ്ട്, 3 നായുണ്ട്, നോക്കണം, പിന്നെ ഗേറ്റ് എപ്പോഴും പൂട്ടിയിടണം, എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം, മടിക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അയ്യോ അല്ലേ? ഒരു 4 മാസം കഴിഞ്ഞപ്പം അല്ലേ? അല്ലെങ്കിൽ ആദ്യത്തെ ഒന്നും വേണ്ട, അമ്മമാരുടെ ഇതിൽ ആദ്യത്തെ കുട്ടി ജനിച്ചു. ആ കുട്ടിയുടെ എന്താ പറയാ, അതിനെ ശുശ്രൂഷ, അതിനെ കിടത്തുന്നതിന് മുമ്പ് ഡെറ്റോളിട്ട് തുടച്ചു, തുണിയിട്ട് തുടച്ചു, അതിന്റെ തുണി, അതിന്റെ കുടിക്കുന്ന പാൽക്കുപ്പി, അയ്യോ അത് കഴുകി, വീണ്ടും ഉണക്കി കഴുകി, എന്തൊക്കെയാണ് അതിനെ വേണ്ടിയിട്ട് പരിചരിച്ചത്.
രണ്ടാമത്തതായപ്പം അതേ കുപ്പി തന്നെയാണ്, അത്രയൊന്നുമില്ല, പേരിനൊന്ന് കുലുക്കി. മൂന്നാമത്തതായപ്പോഴോ ആ കുപ്പി തന്നെയാണ് പട്ടിക്കുട്ടിയും കുടിക്കുന്നത്, ഈ കുട്ടിയും കുടിക്കുന്നത്. അതൊക്കെ അപ്പം ആദ്യത്തതിനങ്ങനെയായിരുന്നില്ല അല്ലേ? ആദ്യത്തത് സ്റ്റെറിലൈസ് ചെയ്തു. അയ്യോ, എവിടെ പോയി ആദ്യത്തെ ആ ഒരു ത്രില്ല്? ആദ്യം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു ധാരണ, ആ ഒരു സന്തോഷം, ആ ഒരു തൃപ്തി 3 മാസം കൊണ്ട് 4 മാസം കൊണ്ട് അതിപ്പം എന്താ? അതിപ്പം അന്വേഷിക്കൂ. ഉപനിഷത്തിലൊക്കെ ഋഷി തന്റെ ജീവിത അവസാനം വരെ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് എത്രയോ, സ്വാമി എല്ലാവരും കാര്യം പറയുന്നില്ല, നിങ്ങളൊക്കെ എത്രയോ പേരുണ്ടാവും, വളരെ ധാരണയോടുകൂടി ഒരു ശണ്ടയുമില്ലാതെ പറയാനുള്ളത് പറഞ്ഞ് പരസ്പര ധാരണയോടുകൂടി ഇല്ലേ? ഇത് പലപ്പോഴും ഒരു ചായ പോലും വേണമെങ്കിൽ പറയണം, എന്നാലേ ഉണ്ടാക്കൂ. നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞൂടെ എന്നാണ്. ആദ്യം അങ്ങനെയൊന്നുമില്ല, ആദ്യം നോക്കിയാൽ കൊണ്ടു കൊടുക്കുകയായിരുന്നു. ഇപ്പൊ നോക്കിയിട്ടും കൊടുക്കുന്നില്ല. യോദ്ധുകാമാൻ, യുദ്ധം ചെയ്യാനുള്ള സാഹചര്യങ്ങളെല്ലാം വ്യാസൻ പറയുന്നു. ആരോടാണ് എനിക്ക് യുദ്ധം ചെയ്യേണ്ടത്? അവരെയൊക്കെ എനിക്ക് കാണണം. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അർജുനനെ ചരിത്രപുരുഷനായി എടുത്തുകൊണ്ട് ഈ അർജുനൻ ഇവരെയൊക്കെ ഒന്ന് കാണണം എന്ന് പറയുമ്പം ഒന്നുകിൽ അർജുനൻ ഇപ്പം നിൽക്കുന്നത് വളരെ ഹൈറ്റ് കുറഞ്ഞ് എവിടെയോ ആണ്, ഇവരൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ ഒരു കാര്യം ചെയ്യും, കുറച്ച് മുകളിലേക്ക് എവിടെയെങ്കിലും ഒന്ന് നിർത്തും. ഇനി പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇതിൽ എന്നോട് യുദ്ധം ചെയ്യാൻ? അർജുനന് അതായത് ഭൂമിശാസ്ത്രപരമായിട്ട് നന്നായിട്ട് അറിവുള്ള ആളാണ്. എവിടെയൊക്കെ ഏതൊക്കെ യോദ്ധാക്കളുണ്ട് എന്നും എത്ര രാജ്യമുണ്ട് എന്നും എത്ര രാജ്യത്തിലുള്ള ആരൊക്കെ തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നുവെന്നും ആരൊക്കെയാണ് അവിടെ ഉള്ളത് എന്നും യുദ്ധത്തിന് വളരെ മുൻപേ അർജുനൻ അറിയാം, മഹാഭാരതം വായിക്കുകയാണെങ്കിൽ. അങ്ങനെയുള്ള അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു, ഞാൻ ആരോടൊക്കെയാണ് എനിക്ക് യുദ്ധം ചെയ്യേണ്ടത്? അവരെയെല്ലാം ഞാനൊന്ന് നോക്കിക്കാണട്ടെ എന്ന് അർജുനൻ പറയുന്ന സമയത്ത് ആ ചോദ്യം വേറെ ഏതോ ഒരു തലത്തിലേക്കുള്ളതല്ലേ? അല്ലേ? അതേന്ന് പറയാം. അപ്പൊ ചോദ്യം നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം, ആരോടൊക്കെയാണ് എനിക്ക് യുദ്ധം ചെയ്യേണ്ടത്? യോദ്ധുകാമാൻ, യുദ്ധത്തിനുള്ള ആഗ്രഹങ്ങളുമായി നിൽക്കുന്ന ആരൊക്കെയാണ് ഉള്ളത്? തുടർന്ന് പറയുന്നു. യോസ്യമാനാനപേക്ഷേഹം യ ഏതേത്ര സമാഗതാഃ ധാർതരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയചികീർഷവഃ. യോത്സ്യമാനാൻ അവേക്ഷേഹം യ ഏതേ അത്ര സമാഗതാഃ ധാർതരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയചികീർഷവഃ. ദുർബുദ്ധേഃ, ദുർബുദ്ധിയായ, ധാർതരാഷ്ട്രസ്യ, ദുര്യോധനന്. അപ്പൊ ദുർബുദ്ധിയായ ദുര്യോധനന്, ദുർബുദ്ധി തന്നെയാണ് പ്രയോഗം തന്നെ അവിടെ. ദുർബുദ്ധേഃ ധാർതരാഷ്ട്രസ്യ യുദ്ധേ പ്രിയ ചികീർഷവഃ, യുദ്ധത്തിന് പ്രിയം ചെയ്യാൻ. ഈ ധൃതരാഷ്ട്രപുത്രന് യുദ്ധത്തിന് പ്രേരണ നൽകാൻ ഏതേ, ആരൊക്കെയാണോ അവർ അത്ര സമാഗതാഹ, ഇവിടെ വന്നിരിക്കുന്നത്, യോത്സ്യമാനാൻ, യുദ്ധം ആഗ്രഹിക്കുന്ന അവരെയും അഹം അപേക്ഷേ, ഞാൻ കാണട്ടെ. ഇത് ചോദ്യം വളരെ മനഃശാസ്ത്രമാണ്. എന്താണ് ഇതിലെ മനഃശാസ്ത്രം? പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കാറുള്ളതാ. വളരെ ലളിതമാണ് ചോദ്യം. അപ്പൊ ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ നാം ആ കഥാപാത്രത്തെ തത്വവിചാരത്തിന് വിധേയമാക്കിയ സമയത്ത് ദുഷിച്ച ധനത്തോടു കൂടിയവനെന്നും ധനത്തെ ദുർവ്യയം ചെയ്യുന്നവനെന്നും കണ്ടു. സാധാരണ അമ്മമാര് പറഞ്ഞു കേൾക്കാറുള്ള
ഒരു കാര്യം അവരിതാണ് പറയാറ്, സ്വാമി എനിക്ക് എത്ര കിട്ടിയാലും എന്റെ കയ്യിൽ നിൽക്കില്ല കാശ്, എന്റെ ഓട്ടക്കയ്യാണ് അവർ പറയുന്നതാണ്. അവർ കണ്ടെത്തിയതാണ്, ഇതാ കണ്ടോ എന്റെ കയ്യിലൊക്കെ ഓട്ടെ അതുകൊണ്ട് എല്ലാം 1-ാം തീയതി ശമ്പളം മേടിച്ചു കഴിഞ്ഞാൽ 10-ാം തീയതി ആകുമ്പോഴേക്ക് എത്തിലേ പോയി എന്നറിയില്ല. നാം തന്നെ നമ്മെക്കുറിച്ച് ഓർക്കാറുണ്ട്, നമ്മുടെ കാശ് എങ്ങനെ പോയി എന്ന്, ഇല്ലേ? ഏതിലെയൊക്കെയാണ് ഞാൻ ചെലവാക്കിയത്? ഇനി തെറ്റായിട്ടുള്ള ഓരോ ശാസനകള്, ചിലപ്പോൾ ഞാൻ അച്ഛനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, അമ്മയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, ഒന്നും വേണമെന്ന് വെച്ചിട്ടല്ല, പക്ഷെ അറിയാതെ പറഞ്ഞു പോണു, എന്താണെന്നറിയില്ല എന്ന് പറയുന്ന സമയത്ത് ഒക്കെ ചോദ്യം ഇതാണ്. അതായത് എനിക്കിങ്ങനെ ഓരോന്ന് പറയാൻ, ഓരോന്ന് പ്രവർത്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ആരാണ്? മനസ്സിലാവുന്നില്ല എനിക്ക്. കാരണം ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, എനിക്കതിൽ വിഷമമുണ്ട്. ഇതിനെ അർജുനൻ 3-ാം അധ്യായത്തിൽ വളരെ ഗംഭീരമായിട്ട് ചോദിക്കുന്നുണ്ട്. ഗംഭീരമായിട്ടാ ചോദ്യം. അധകേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നഭിവാർഷ്ണേയ ബലാദിവ നിയോജിത. ഭഗവാനെ കേന പ്രയുക്തോയം, ആരാൽ നിയോഗിക്കപ്പെട്ടിട്ടാണ് പാപം ചരതി പൂരുഷ, പുരുഷൻ, എല്ലാവരും, സ്ത്രീകള് ഇല്ല എന്നല്ല, എല്ലാവരും പാപം ചരതി, പാപം ചെയ്യുന്നത്. കേന പ്രയുക്തോയം, ആരാൽ പ്രേരിതമായിട്ട്, അതാ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛൻ അപി, ആഗ്രഹിച്ചിട്ടല്ല എങ്കിൽ പോലും ബലാദിവ, ആരോ ബലമായിട്ട് ചെയ്യിപ്പിക്കുന്നു. ആരാണ് ഭഗവാനെ അത്? ആരാണ് അതിന്റെ പിറകിൽ? ഇന്ദ്രിയ തലത്തിൽ നിന്ന് മനസ്സിലാക്കുക, ഇന്ദ്രിയങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഇന്ദ്രിയങ്ങളോട് ഇത് ചെയ്യൂ എന്ന് പറയുന്നവൻ ആരാണ്? അതിന്റെ പിറകിൽ ആരൊക്കെയുണ്ട്? ശരിക്ക് ശരീരശാസ്ത്രത്തിലേക്ക് അർജുനൻ നമ്മെ, അല്ലെങ്കിൽ വ്യാസഭഗവാൻ നമ്മെ ആഴ്ന്നിറക്കി കൊണ്ടുപോവുക. ഇത് ഇവിടെ പറയട്ടെ, ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ, കഠോപനിഷത്തിലെ രഥകൽപ്പനയുടെ അവസാനത്തെ 2 ശ്ലോകങ്ങൾ. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യശ്ച പരം മനഃ, മനസസ്തു പരാ ബുദ്ധി, ബുദ്ധേരാത്മാൻ മഹാൻ പര, മഹതഃ പരമവ്യക്തം അവ്യക്താത് പുരുഷപരഃ, പുരുഷാന്ന പരം കിഞ്ചി സാ കാഷ്ട പരാഗതി. ഇന്ദ്രിയേഭ്യ പരം മനഃ, ഇന്ദ്രിയങ്ങൾക്കപ്പുറത്താണ് മനസ്സ്. മനസ്സസ്തു പരാബുദ്ധി, മനസ്സിനെയും കടന്നു നിൽക്കുന്നു ബുദ്ധി. ഈ പ്രവർത്തനങ്ങൾ എവിടെന്നാ വരുന്നത്? ആരൊക്കെയാണ് ഇതിന് പ്രേരിപ്പിക്കുന്നത്? അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ കരചരണങ്ങളുടെ പ്രവർത്തനം പലപ്പോഴും ബോധപൂർവമല്ല, അബോധപൂർവമാണ്. യാന്ത്രികമായിട്ടാണ് നാം പലതും ചെയ്യുന്നത്. യാന്ത്രികമായിട്ട് അങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നു. ഒന്നിനും വേണ്ടത്ര എന്നല്ല, ഒരല്പം പോലും പൂർണ്ണതയുണ്ടാവില്ല. അതുകൊണ്ട് ചിലർ രാവിലെ നടക്കുന്നു, എങ്ങോട്ടാ, എവിടെയോ എത്തിയപ്പോഴാണ്, ഇന്നടത്തേക്കായിരുന്നല്ലോ, അയ്യോ മറന്നുപോയി, വീണ്ടും തിരിച്ചു നടക്കുന്നു. നടക്കാൻ ഇറങ്ങിയതാണ്, അല്ലെങ്കിൽ ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് എടുത്ത് ഇങ്ങോട്ട് വന്നു, വേറെന്തോ ചെയ്തു പോയി. ഇന്ദ്രിയങ്ങൾ ശരിക്കും അങ്ങോട്ട്, ഇന്ദ്രിയവും മനസ്സുമായിട്ടുള്ള കോർഡിനേഷൻ പലപ്പോഴും പല സമയത്തിൽ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോ എന്നെക്കൊണ്ട് ഈ യുദ്ധത്തിന് പ്രേരണയായിട്ട് നിൽക്കുന്ന ചിത്തവൃത്തികൾ, ഇതിന്റെ അടിയിലേക്കാണ് ചോദ്യം. ഇന്ദ്രിയങ്ങളല്ല, ഇന്ദ്രിയങ്ങൾ നിരപരാധികളാണ്. സത്യം പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ നിരപരാധികളാണ്. ആ നിരപരാധികളായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ ദുര്യോധനനെ പ്രിയം ചെയ്യുന്ന, ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പം ഒരാള് നമുക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി, നമ്മൾ പറയും ഇത് അയാള് ആണ് എന്ന് എനിക്ക് തോന്നില്ല, ഇതാരോ അയാളെ കൊണ്ട്, ഇതിന്റെ പിറകിൽ ആരോ കളിക്കുന്നുണ്ട്, ആരോ ഉണ്ട് കളി. അർജുനന്റെ ചോദ്യം ഇതാണ്, നമ്മുടെ പിറകിൽ ആരാണ് ഈ കളി കളിക്കുന്നത്? അപ്പൊ യോത്സ്യമാനാൻ, ഇങ്ങനെ യുദ്ധം ചെയ്യിക്കാൻ ആർക്ക്? പ്രിയചികീർഷവ യുദ്ധേ,
യുദ്ധത്തിന് പ്രിയം ചെയ്യാൻ പോകുന്ന ചില ചിത്തവൃത്തികളും കൂടെ, അതിന്റെ അടിയിലുള്ള ചിത്തവൃത്തികളെയൊക്കെ ഞാനൊന്ന് കാണട്ടെ. ഭഗവാൻ എന്താണ് അർജുനനോട് പറയാൻ പോണം? അർജുനൻ ഭഗവാനോട് പറയാണ്, ഭഗവാനെ ഇവരെയൊക്കെ ഒന്ന് ഞാൻ കാണട്ടെ. തുടർന്ന് ഭഗവാൻ എന്ത് പറയാൻ പോണു നോക്കാം. സഞ്ജയ ഉവാച ഏവമുക്തോ ഹൃഷീകേശഃ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. സഞ്ജയ ഉവാച, സഞ്ജയൻ വീണ്ടും മറുപടി പറയുന്നു. ഏവം ഉക്തഃ ഋഷികേശഃ ഗുഡാകേശേന ഭാരത. നോക്കൂ ഇവിടെ പ്രയോഗം. ഗുഡാകേശേന സേനയോഹോ ഉഭയോഹോ മധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. ഏവം ഉക്തഃ. അടുത്ത ശ്ലോകം കൂടെ വായിക്കൂ. ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരുനിതി. ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേതാൻ കുരൂൻ ഇതി. അപ്പൊ പറയണം, അല്ലയോ ഹേ ഭാരത. ഭാരത എന്ന വിളി വളരെ അന്വർത്ഥമായിട്ടുള്ളതാണ്. ധൃതരാഷ്ട്ര മഹാരാജാവിനെ സഞ്ജയൻ വിളിക്കുന്നതാണ്. ഭാരത എന്ന് പറഞ്ഞാൽ ഭാസയതി ഇതി ഭാ, അറിവ്, രഥ, അതിൽ രതി കൊള്ളേണ്ടവൻ, രമിക്കേണ്ടവൻ, അറിവിൽ ആനന്ദം കൊള്ളേണ്ടുന്ന അല്ലയോ ധൃതരാഷ്ട്രരെ, അറിവില്ലാതെ അങ്ങിങ്ങനെ ഇരുന്നതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഇതറിയൂ എന്ന്, ഈ സത്യം അറിഞ്ഞാലും. അടുത്ത പ്രയോഗം ഗുഡാകേശേന. അർജുനന് ഗുഡാകം നിദ്ര, ഈശം അതിനെ ജയിച്ചവൻ, നിദ്രയെ ജയിച്ചവൻ. അപ്പൊ ഇവിടെ എവിടെയാണോ വ്യാസഭഗവാൻ അർജുനനെ കവിധ്വജൻ എന്ന് പറഞ്ഞത്, ആ ചാഞ്ചല്യം വിട്ടു അർജുനനിൽ നിന്ന്. ഇപ്പൊ അർജുനൻ നിദ്രയെ ജയിച്ചവനായി ഈ ചോദ്യം ചോദിച്ചതിലൂടെ. അങ്ങനെ ഗുഡാകേശനാൽ ചോദിക്കപ്പെട്ട അജ്ഞാനം നീങ്ങുകയാണ് അർജുനന്റെ. ആ അജ്ഞാനം നീങ്ങിയ അർജുനൻ, അതിലെ ശരിയായിട്ടുള്ള ഒരു സാധക ഭാവം അർജുനനിൽ ഇപ്പൊ ഉണ്ട്. ഈ വിളിയിൽ തന്നെ അതാണ് കാര്യം. അല്ലെങ്കിൽ അർജുനന് ഇങ്ങനത്തെ ഒരു പേര് വ്യാസന് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. പേരുകളൊക്കെ വളരെ സന്ദർഭോചിതമായിട്ടാണ്. അപ്പൊ ഗുഡാകേശേന അർജുനനാൽ ഏവം ഉക്തഃ ഇപ്രകാരം പറയപ്പെട്ട ഋഷികേശ ഭഗവാൻ, ഋഷീകങ്ങളുടെ ഈശനായിട്ടുള്ള ഭഗവാൻ, ഉഭയോഹോ സേനയോഹോ മധ്യേ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിലായിട്ട് എന്തു ചെയ്തു? ആരൊക്കെയാണത്? ഭീഷ്മ ദ്രോണ പ്രമുഖത. ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് കൊണ്ടുപോയി നിർത്തേണ്ടത്. ഭീഷ്മരുടെയും ദ്രോണരുടെയും അതിന്റെ മധ്യത്തിൽ കൊണ്ടുപോയിട്ട് സർവേഷാം മഹീക്ഷിത, എല്ലാ രാജാക്കന്മാരുടെയും മുൻപിലായിട്ട്, മറ്റുള്ളവരുടെയും മുൻപിലായിട്ട് രഥോത്തമം സ്ഥാപയിത്വ, ഉത്തമമായിട്ടുള്ള രഥത്തെ സ്ഥാപിച്ചു കൊടുത്തു. എന്നിട്ടോ ഇതി ഉവാച, ഇപ്രകാരം ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, എന്താണോ അർജുനൻ ആവശ്യപ്പെട്ടത്. അർജുനൻ ആവശ്യപ്പെട്ടു അതായത് ആരോടൊക്കെയാണ് എനിക്ക് യുദ്ധം ചെയ്യേണ്ടത്, അവരെയൊക്കെ ഒന്ന് ഞാൻ കാണട്ടെ. അതിനായിക്കൊണ്ട് എന്റെ സൈന്യത്തെ, ഇരു സൈന്യങ്ങളുടെയും, എന്റെ രഥത്തെ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിലായിട്ട് നിർത്തിയാലോ. ഭഗവാൻ അതുപോലെ തന്നെ ചെയ്തു. അർജുനൻ ഭഗവാനോട് ആരോടൊക്കെയാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് മാത്രമല്ല, അർജുനൻ ചോദിക്കണോ, ധൃതരാഷ്ട്രപുത്രന്മാർക്ക് പ്രിയം ചെയ്യാൻ, യുദ്ധത്തിന് പ്രിയം ചെയ്യുന്നവരായിട്ട് യോദ്ധുകാമാൻ ആരൊക്കെയാണ്? തത്വവിചാരത്തിലൂടെ നാം കണ്ടു, ഓരോ ചിത്തവൃത്തികൾക്ക് പിറകിലും എന്നെക്കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്ന
എന്റെ ഇന്ദ്രിയങ്ങൾക്ക് പിറകിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ ഇങ്ങനെ സദ്മാർഗത്തിലേക്കോ ദുർമാർഗത്തിലേക്കോ, മാർഗമേതോ ആവട്ടെ, ഇവിടെ യുദ്ധമാണ്, അതിലേക്ക് പ്രേരിപ്പിക്കുന്നത് ആരാണ്? അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് പിറകിൽ ആരാണ്? ഇതാണ്. അതുകൊണ്ടാണ് ഉപനിഷത്തില് രഥകൽപ്പനയിൽ, ഈ രഥകൽപ്പന ആരോ പറഞ്ഞു സ്വാമി ഒന്ന് ചൊല്ലിത്തരണമെന്ന്. നിങ്ങൾ ഉണ്ടെങ്കിൽ എടുക്കൂ, സ്വാമി ഒന്ന് വേഗത്തിൽ ചൊല്ലിത്തരാം. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃ പ്രഗ്രഹമേവ ച. കുറച്ചുകൂടെ ഉച്ചത്തിലാവാൻ തോന്നുന്നുണ്ട്. ഇന്ദ്രിയാണി ഹയാനാഹുഹു വിഷയാംസ്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയമനോയുക്തം ഭോക്തേത്യാഹുർമനീഷിണഃ യസ്തു അവിജ്ഞാനവാൻ ഭവതി അയുക്തേന മനസാ സദാ തസ്യേന്ദ്രിയാണ്യവശ്യാനി ദുഷ്ടാശ്വാ ഇവ സാരഥേഃ യസ്തു വിജ്ഞാനവാൻ ഭവതി യുക്തേന മനസാ സദാ തസ്യേന്ദ്രിയാണി വശ്യാനി സദശ്വാ ഇവ സാരഥേഃ യസ്തു അവിജ്ഞാനവാൻ ഭവതി അമനസ്ക സദാശുചി ന സ തത്പദമാപ്നോതി ന സ തത്പദമാപ്നോതി സംസാരം ചാധിഗച്ഛതി യസ്തു വിജ്ഞാനവാൻ ഭവതി സമനസ്ക സദാശുചിഃ സതു തത്പദമാപ്നോതി യസ്മാത് ഭൂയോ ന ജായതേ വിജ്ഞാന സാരഥിർയസ്തു മനഃ പ്രഗ്രഹവാൻ നരഃ സോധ്വന പാരമാപ്നോതി തദ്വിഷ്ണോ പരമം പദം ഇന്ദ്രിയേഭ്യഃ പരാഹ്യർത്ഥ അർത്ഥേഭ്യശ്ച പരം മനഃ മനസസ്തു പരാ ബുദ്ധിഃ ബുദ്ധേരാത്മാ മഹാൻ പരഃ മഹതഃ പരമവ്യക്തം അവ്യക്താത് പുരുഷഃ പരഃ പുരുഷാത് ന പരം കിഞ്ചിത് സാ കാഷ്ഠാ സാ പരാഗതി സാ കാഷ്ഠാ സാ പരാഗതി. ഇതാണ് പരമമായ ഗതി, ആത്യന്തികമായിട്ടുള്ള ഗതി. ഇതിനപ്പുറത്തേക്ക് വേറൊരു ഗതിയില്ല. വേറൊരു ഗതിയെക്കുറിച്ചാണ്, ഈ ഗതി അറിഞ്ഞിട്ടില്ലെങ്കിൽ അതോ ഗതി. ഇതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത്, പിറകില് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കുക. ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസസ്തു പരാബുദ്ധി ബുദ്ധേരാത്മാൻ മഹാൻ പരഃ മഹതഃ പരം അവ്യക്തം അവ്യക്താത് പരപുരുഷഃ പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ഠാ സാ പരാഗതി. അപ്പൊ ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് അർത്ഥങ്ങൾ, ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കുന്ന മണ്ഡലങ്ങള്, അല്ലെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠം ഇങ്ങോട്ടേക്ക് എടുക്കുക. എങ്ങനെയാണ് ലോകത്തിൽ നിന്ന് നാം നമ്മുടെ ഉള്ളിലേക്ക്, സ്വരൂപത്തിലേക്ക് പോകുന്നത്? അപ്പൊ നിങ്ങൾ ഒരു വൃത്തം വരച്ചിട്ട് ഒരു വൃത്തത്തെ സങ്കല്പിക്കുക. ആ വൃത്തത്തിന് നമുക്ക് ലോകം എന്ന് പേര് കൊടുക്കാം. എന്താണ് ആ വൃത്തം? പഞ്ചമഹാഭൂതങ്ങളാൽ 5 അനുഭവങ്ങളാണ്. ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം. അതിന്റെ ഉള്ളിൽ വേറൊരു വൃത്തം വരച്ചിട്ട് നമുക്കതിന് മനസ്സ്, ഇന്ദ്രിയങ്ങൾ എന്ന് പേര് കൊടുക്കാം. അപ്പൊ ഈ ഇന്ദ്രിയങ്ങളാണ് വിഷയങ്ങളെ അനുഭവിക്കുന്നത്. അതിന്റെ ഉള്ളിൽ ഒരു വൃത്തം വരച്ചിട്ട് നമുക്ക് മനസ്സെന്ന് പേര് കൊടുക്കാം. ഉള്ളിലേക്ക് പോവാണ്, പിറകിലേക്ക് വരികയാണ്.
അർജുനൻ ചോദിക്കുന്നുണ്ട്, ആരാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നാ. അപ്പൊ ഒരു ശബ്ദം കേട്ടു. നമ്മൾ വീട്ടിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, പത്രം വായിക്കുന്ന സമയത്ത് ഒരു ശബ്ദം. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ആൾതാമസം ഇല്ലാത്ത ഒരു പറമ്പാണ്. ആൾതാമസം എന്ന് പറഞ്ഞാൽ അവിടെ വീട് പോലുമില്ല, ഒരു പറമ്പ്, കുറച്ച് തെങ്ങുണ്ട് പറമ്പ്. അപ്പോഴാണ് ഒരു ഠ എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം. നമുക്കറിയാം നാളികേരം വീണതാണ്. ആ ശബ്ദത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി, ഓ നാളികേരാണ്. അപ്പൊ അതിന്റെ ഉടമസ്ഥൻ ഇവിടെയല്ല, കൽക്കട്ടയില. അപ്പൊ ധൈര്യമായിട്ട് നമ്മൾ അവിടേക്ക് പോയി ഈ സാധനം എടുത്തുകൊണ്ടിരുന്നു പറയാം. അപ്പൊ ഈ ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട ഉടനെ നമ്മുടെ ഉള്ളിൽ എന്താണ് നടന്നത്? നമ്മളോട് പറഞ്ഞു നാളികേരാണ്, വേഗം ചെന്നോ, അല്ലെങ്കിൽ അപ്പുറത്തെ ആള് ചാടിയെടുക്കും. കാരണം എല്ലാവർക്കും അവകാശമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അപ്പൊ ഈ ഇന്ദ്രിയങ്ങള് വേഗത്തിൽ പോവായി. ഈ രഥം അവിടെ എത്തുകയും അതെടുക്കുകയും വരികയും. അപ്പൊ ഇതിന്റെ പിറകിൽ നടന്ന പ്രവർത്തനം. അപ്പൊ ഇവിടെ പറയുന്നു, ഇന്ദ്രിയങ്ങളെക്കാൾ, അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളെയാണ് പറയുന്നത്, അതിനേക്കാൾ പരം മനഃ. മനസ്സസ്തു പരാബുദ്ധി. മനസ്സിന് ചിലപ്പം ചില ശബ്ദം കേട്ടു. വീട്ടിൽ നിന്ന് തന്നെ ചില സമയത്ത് ഒരു പരിചയമില്ലാത്തൊരു ശബ്ദം കേട്ടു. എന്താ ഇത്? 0 വോൾട്ടിന്റെ ബൾബ് വീണ് പൊട്ടിയതാണ്. സ്ഥിരമായിട്ട് അങ്ങനെ സംഭവിക്കാറില്ല. അപ്പൊ ഒരു പ്രത്യേക ശബ്ദം, അത് ബൾബ് വീണ് പൊട്ടിയ. അപ്പൊ മനസ്സിലായി, ഓ ഇന്നതാണ്. അപ്പൊ മനസ്സ് ശബ്ദം കാത് കേട്ടു, മനസ്സിലാവുന്നില്ല. എന്തോ കേട്ടുവല്ലോ, മനസ്സിലായില്ലല്ലോ. അപ്പൊ ആരോ പറഞ്ഞു, ഓ ഇതാണ്. ഓ ശരി. വീണ്ടും അവിടെ ഇട്ട് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് വീഴുമ്പം വേഗം മനസ്സിലാവും, ഓ അതിനെന്തോ കുഴപ്പമുണ്ട്, അത് മാറ്റണം. പെട്ടെന്ന് ബുദ്ധി, മനസ്സിന് അപ്പുറം നിൽക്കുന്നു ബുദ്ധി എന്ന് പറയാം. മനസ്സസ്തു പരാ ബുദ്ധി, ബുദ്ധേഹേ ആത്മാ മഹാൻ പരഹ. ഇവിടെ കഠോപനിഷത്തില് 1-2 കാര്യങ്ങളും കൂടെ പറയുന്നു. വീണ്ടും പറയുന്നു, മഹത പരം അവ്യക്തം, അവ്യക്താത് പരപുരുഷ, പുരുഷ എന്ന പരം കിഞ്ചിത്, സാ കാഷ്ട സാ പരാഗതി. ഇവിടെ പറയുന്ന 1-2 കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തൊക്കെയാണ്? ഇപ്പം ഉപനിഷത്ത് നമ്മുടെ മനസ്സിനെ കീറി മുറിച്ച് പറയുമ്പോൾ അതിന് വളരെ ധ്യാനത്തിൽ എങ്ങനെയാണ് ധ്യാനഭൂമികയിലേക്ക് എന്താ പറയാ, ആ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഒരു സാധകന് എന്തൊക്കെ നേരിടേണ്ടതുണ്ട് അതിനെയാണ് ഇവിടെ പറയുന്നത്. ആ പ്രപഞ്ചത്തിൽ നിന്ന്, ആ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളിലേക്കും, ഇന്ദ്രിയ പ്രപഞ്ചാവബോധം, ഇന്ദ്രിയ അവബോധം അല്ലെങ്കിൽ ശരീര അവബോധം, തുടർന്ന് മനസ്സിലേക്ക്, മനസ്സിൽ നിന്ന് പ്രാണനിലേക്ക്, ഇങ്ങനെ അതിന്റെ ഗതി വരും. ആ സമയത്ത് ഇവിടെ പറയുന്നു മനസഹ തു പരഹ ബുദ്ധി. ബുദ്ധിക്കപ്പുറത്ത് ഇവിടെ പറയുന്നത് എന്താ? മഹാനാത്മ എന്നുള്ളതിനെ നമുക്ക് പ്രാണൻ എന്ന് വിളിക്കാമെന്ന് പറയാം. അപ്പൊ പ്രാണനും മനസ്സും അങ്ങേയറ്റം ചേർന്നതാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ വേറെ വേറെയാണ്. അതുകൊണ്ടാണ് ഈ ശാന്തമായ മനസ്സിൽ പ്രാണന്റെ ഗതിവേഗം ശാന്തമായിരിക്കും. ഒരാൾ ഇരിക്കുന്ന സമയത്ത് വേറെ ഒരു അദ്ദേഹത്തിന് മനസ്സിന് പൊരുത്തമില്ലാത്ത ഒരാളുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇയാൾ കിതയ്ക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഭാര്യ വന്ന് പുറമൊഴിഞ്ഞിട്ട് പറയും, നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ. നിങ്ങൾ അല്ലെ അച്ഛനും മകനും തന്നെ സംസാരിക്കുമ്പോൾ അമ്മ എന്നിട്ട് പറയും, മോനെ നീ അപ്പുറത്ത് പോ, അച്ഛന് കിതയ്ക്കാൻ തുടങ്ങി. കാരണം 100 കിലോമീറ്റർ ഓടിയതുപോലെയാണ് അച്ഛൻ ഇങ്ങനെ കിതയ്ക്കുക. എന്താ? സംഘർഷം. മനസ്സ് അസ്വസ്ഥമാകുന്ന സമയത്ത് പ്രാണന്റെ ഗതിവേഗം കൂടുന്നു. മനസ്സും പ്രാണനും അങ്ങേയറ്റം ബന്ധപ്പെട്ടതാണെന്ന് പറയാം. അപ്പൊ അതിന്റെ പിറയിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രാണൻ. ഇനി മഹത പരം, ആ പ്രാണനപ്പുറത്താണ് അവ്യക്തം. അവ്യക്തം എന്ന് പറഞ്ഞാൽ നവ്യക്തം, ഒരു ഒന്നുമല്ലാത്ത ഈ ഒന്നുമല്ലാത്ത അവസ്ഥയൊക്കെ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും, ഓ ഇതാണ് സമാധി എന്ന്. അതുകൊണ്ടാണ് ബുദ്ധനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയിരിക്കും സത്യം എന്ന്. അപ്പൊ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അപ്പം ആളുകൾ ആരൊക്കെയോ വ്യാഖ്യാനിച്ചു, ശൂന്യമാണ്. അങ്ങനെയാണ് ഈ ശൂന്യവാദമൊക്കെ ഉണ്ടായത്. അവ്യക്തം, ഒന്നുമില്ലായ്മ എന്നത് ഒരു ഉണ്മയാണ്. ഒന്നുമില്ല എന്നുള്ളതിനെ, അത് അറിവാണ്, അതിനെ അറിയണം. അതിന്റെ അപ്പുറത്തേക്ക് പോകണമെന്നാണ്. അവ്യക്താത് പരപുരുഷ, അതിനപ്പുറത്താണ് പുരുഷൻ. പുരുഷൻ എന്ന് പറഞ്ഞാൽ വിരാട്, പൂർണ്ണൻ, നിറഞ്ഞു നിൽക്കുന്നവൻ.
അവിടെ എത്തണം. അതിനപ്പുറത്ത് കിഞ്ചിത്, അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അതിലെത്തലാണ്, അതിനെയാണ് പരാഗതി എന്ന് പറയുന്നത്. എല്ലാ അനുഭവങ്ങളുടെയും അവസാനം. ഇതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇതിനെയാണ് അർജുനൻ ശരിക്ക് പറഞ്ഞാൽ ചോദിച്ചത്. നിങ്ങളെ ആദ്യം എന്തിനാ ഇത് പറഞ്ഞു തന്നതെന്ന് പറഞ്ഞാൽ അർജുനന്റെ ഒരു ലക്ഷണം ഇവിടെ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് സ്വാമി വേറൊരു വഴിയിലേക്ക് കൊണ്ടുപോകും. വേറൊരു വഴി എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് വഴി വിട്ട് നടക്കാമെന്ന് പറയാം. നോക്കാം, കുഴപ്പമൊന്നും സംഭവിക്കില്ല, പേടിക്കണ്ട. അർജുനൻ ചോദിക്കുന്നത് അങ്ങനെയാണ്. അർജുനന്റെ ചോദ്യം ഭഗവാനോടാണ് ചോദിച്ചത്. സാമാന്യമായിട്ട് അർജുനൻ ചോദിക്കുകയാണ്, ആരോടൊക്കെയാണ് എനിക്ക് യുദ്ധം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു കണ്ണ് കാണാത്ത ഒരാളായിരിക്കണം. എന്നിട്ട് ഭഗവാന്റെ കൈ പിടിച്ചിട്ട്, ഭഗവാനെ ആരൊക്കെയാ യുദ്ധം? കണ്ണ് കാണാത്തൊരു കുരുടനാണെങ്കിൽ ശരി, ഞാൻ ഏത് വഴിക്കാണ് നടക്കേണ്ടത്? അല്ലെങ്കിൽ എനിക്ക് ഒരു പരിചയവുമില്ല, ഒരു പുതിയ പോർക്കളമാണ്, യുദ്ധഭൂമിയാണ്, അതിൽ പുതിയ പുതിയ ആളുകളൊക്കെയാണ്. അപ്പൊ ഏതൊക്കെ രാജ്യത്തു നിന്ന് വന്നവരാണ് ഇവര്? അവരെയൊന്നും എനിക്ക് ഒരു പരിചയവും ഇല്ല, അതുകൊണ്ട് ഞാനൊന്ന് കാണട്ടെ. അങ്ങനെ പറയാൻ പറ്റുമോ? അതുമില്ല. അർജുനന്റെ കൂടെ പലപ്പോഴായിട്ട് അന്തി ഉറങ്ങിയവരും കളിച്ചവരും ഒക്കെ തന്നെയാണ്. അപ്പൊ അർജുനന്റെ ചോദ്യം അതിൽ നിന്ന് ഭിന്നമാണ്. ഇത് നമ്മുടെ ആന്തരിക ഭൂമിയിലേക്കുള്ളതാണ്, അവിടേക്കാണ് ചോദ്യം എന്നാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ പറഞ്ഞു, എന്താ പറയുന്നത്? ഈ ഭീഷ്മദ്രോണ പ്രമുഖത, ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത് 25ാമത്തെ ശ്ലോകം. ഭീഷ്മദ്രോണ പ്രമുഖത, പ്രമുഖന്മാർ. ഒരാൾക്ക് ജയിക്കേണ്ട ഏറ്റവും വലിയ 2 കാര്യങ്ങളാണ് യുദ്ധത്തിൽ, ഭീഷ്മരെയും ദ്രോണരെയും. ഭീഷ്മർ നാം കണ്ടു ഭയത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അതുപോലെ തന്നെ ദ്രോണർ ദ്വൈത ആചരണത്തെ, വിദ്വേഷത്തെ, ഇത്യാദി കാര്യങ്ങളെയൊക്കെ. ഇതിനെയാണ് ജയിക്കേണ്ടത് എന്ന് പറയാം. ആ പ്രമുഖന്മാരുടെ നടുക്ക് തന്നെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഭഗവാൻ ഇതി ഉവാച, ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒരു അരവാക്യം, അർദ്ധശ്ലോകം. ആരിലൂടെ? സഞ്ജയനിലൂടെ 1-ാം അധ്യായത്തിൽ ഭഗവാൻ ഇത്രയേ പറയുന്നുള്ളൂ. പറഞ്ഞു, ഹേ പാർത്ഥ, അല്ലയോ അർജുന, സമവേദാൻ ഏതാൻ കുരൂൻ പശ്യ. ഇതാ ഈ അണിനിരന്ന് നിൽക്കുന്ന, വന്നു ചേർന്ന് നിൽക്കുന്ന കുരൂൻ, ഭഗവാൻ വളരെ കേയമായിട്ടാണ് പ്രയോഗിച്ച്, കുരൂൻ പശ്യ. ഈ കുരുക്കളെ കണ്ടാലും, കുരൂൻ ഭഗവാൻ വളരെ കേയമായിട്ടാണ് പ്രയോഗിച്ച്, കുരൂൻ പശ്യ. ഈ കുരുക്കളെ കണ്ടാലും. കുരു കൃഞ്ഞ് ധാതുവിൽ നിന്നാണ്. കുരു എന്ന് പറഞ്ഞാൽ ചെയ്യുക. ഭഗവാൻ പറയുന്നു അർജുനനോട്, അർജുന, നീ ചോദിച്ചുവല്ലോ ആരോടൊക്കെയാണ് എനിക്ക് യുദ്ധം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇവന് പ്രിയം ചെയ്യുന്നവരെന്ന്. ചുരുക്കി പറഞ്ഞ ചോദ്യം ഇതാണ്. എല്ലാറ്റിന്റെയും പിറകിൽ എല്ലാ കർമ്മങ്ങൾക്കും പ്രചോദനമേകിക്കൊണ്ട് എല്ലാ കർമ്മങ്ങളെയും പ്രചോദിപ്പിക്കുന്നത് എന്താണ്? ഭഗവാൻ പറയുന്നത് തന്നെ കുരുന്ന. എല്ലാ ചലനങ്ങൾക്കും നിദാനമായിട്ടുള്ള ഇതിനെ നീ കണ്ടാലും, എല്ലാ ചെയ്തികൾക്കും പിറകിലുള്ള ഇതിനെ നീ കണ്ടാലും. ഇതാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അർജുനൻ ചോദിച്ചത് ഭഗവാനോടാണ്, വേറെ ആരോടുമല്ല. ആ സമയത്ത് ഭഗവാൻ ഇതാ കണ്ടോളൂ എന്ന് പറയുമ്പോൾ അത് ഒരു മോശപ്പെട്ട ഒരു കാണിച്ചു കൊടുക്കലായിരിക്കില്ല. അതും മനസ്സിലാക്കണം നമ്മൾ. ആരാണ് കാണിച്ചു കൊടുത്തത്? ഇതാ കണ്ടോളൂ എന്ന് പറയുമ്പോൾ ഏതൊന്നാണോ അർജുനൻ കാണേണ്ടത് അവിടേക്ക് തന്നെയാ കൈ ചൂണ്ടിക്കൊടുത്തത്. ബാഹ്യമായിട്ടുള്ള കൈ ചൂണ്ടലല്ല. ഈ കാഴ്ചയാണ് ഈ അധ്യായത്തിലെ വിഷയം. ഈ കാഴ്ച പലപ്പോഴും ഗീതയിൽ ഈ കാഴ്ചയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാറില്ല. അർജുനൻ നോക്കിയ സമയത്ത് അർജുനൻ കുറച്ച് ആളുകളെയൊക്കെ കണ്ടു. ആരെയൊക്കെയാണ് അർജുനൻ കാണുന്നത്? വളരെ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടുന്ന ആളുകളെയാണ്. ഒന്നുകിൽ അർജുനൻ എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ട്.
നോക്കാം നമുക്ക് ആർക്കാണ് കുഴപ്പം. അടുത്ത 26, 27, 28 ശ്ലോകങ്ങൾ, 3 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് അന്വയിപ്പിക്കേണ്ടത്. തത്ര പശ്യസ്ഥിതാൻ പാർത്ഥഃ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്തേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടഃ വിഷീദന്നിദമബ്രവീത്. അർജുന ഉവാച ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം. തത്രാപശ്യത് സ്ഥിതാൻ പാർത്ഥ പിതॄൻ അധ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതॄൻ പുത്രാൻ പൗത്രാൻ സഖീൻ തഥാ ശ്വശുരാൻ സുഹൃദഃ ച ഏവ സേനയോഃ ഉഭയോഃ അപി താൻ അവേക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ കൃപയാ പരയാ ആവിഷ്ടഃ വിഷീദൻ ഇദം അബ്രവീത്. പറയും ഉഭയോഃ സേനയോഃ അപി ഇരു സേനകളിലും അതില് ആരെയൊക്കെയാണ് സ്ഥിതാൻ നിൽക്കുന്ന ആളുകളെ അർജുനൻ കണ്ടു. ഇവിടെ പറയുന്നു പിതൃൻ. പിതൃൻ എന്ന് പറഞ്ഞാൽ പിതാക്കന്മാർ എന്ന ബഹുവചനാണ്. പിതൃൻ പിതാക്കന്മാർ 1. പിന്നെ പിതാമഹാൻ മുത്തച്ഛന്മാർ 2. 3 ആചാര്യാൻ ഗുരുനാഥന്മാർ. പിന്നെ മാതുലാൻ അമ്മാമന്മാർ. പിന്നെ ഭ്രാതൃ സഹോദരന്മാർ. പിന്നെയോ പുത്രാൻ പുത്രന്മാര്. പൗത്രാൻ പുത്രന്റെ പുത്രന്മാര്. പിന്നെ സഖീൻ സുഹൃത്തുക്കള്. അതുപോലെ തഥാ ശ്വശുരാൻ ഭാര്യയുടെ അച്ഛന്മാർ. സുഹൃദ സുഹൃത്തുക്കള്. എങ്ങനെ നോക്കിയാലും എല്ലാവരും തന്നെ അവരെയൊക്കെ പാർത്ഥ അപശ്യത് അർജുനൻ കണ്ടു. ആരെയാണ് അർജുനൻ കാണുന്നത്? ഇപ്പൊ നമുക്ക് ചോദിക്കാം, പിതാക്കന്മാരെ അർജുനൻ കണ്ടു എന്ന് പറഞ്ഞാൽ കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനന് പിതാവിന് സമമായി, അല്ലെങ്കിൽ പിതാക്കന്മാരെ അർജുനന്റെ പിതാവായിട്ട് ഇന്ദ്രനാണ് അർജുനന്റെ പിതാവ്. ഇന്ദ്രൻ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധത്തിന് വന്നിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. പിന്നെ ഇന്ദ്ര സമന്മാരായിട്ട് ഇപ്പൊ ആരാ പറയാനുള്ളത്? ഇനി ധൃതരാഷ്ട്രൻ വന്നിരുന്നോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. എന്നാ വല്യച്ഛനോ ചെറിയച്ഛന്മാര് എന്നൊക്കെ പറയുന്ന പാണ്ഡു വന്നിരുന്നോ? അതും ഇല്ല. പിന്നെ ആരാണ് ഈ അച്ഛന്മാര്? ആരാണ് ഈ അച്ഛന്മാര്? ശരി, പിന്നെ പിതാമഹാൻ ബഹുവചനം. മുത്തശ്ശന്മാർ എന്ന് പറഞ്ഞ ഒരാളെ ഉള്ളൂ അവിടെ, ഭീഷ്മർ. ഭീഷ്മരെ പോലെ ഭീഷ്മർക്ക് സദൃശനായി വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ല, ആരുമില്ല. എന്നാ പിന്നെ പിതാമഹ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പിതാമഹൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഒന്നുകിൽ വ്യാസർക്ക് സംസ്കൃതത്തിൽ പിഴവ് പറ്റി എന്ന് സമാധാനിക്കാം, അതിന് സാധ്യത കുറവാണ്, ഇല്ലേ? പിന്നെയോ ആചാര്യന്മാര്, ശരി, പലരുണ്ട്, അവരെയൊക്കെ നമുക്ക് വിട്ടേക്കാം. മാതുലാൻ അമ്മാവന്മാര്, ശകുനിയങ്കള് മുതലായിട്ടുള്ള കുറെ ആളുകളുണ്ടല്ലോ. പിന്നെയോ ഭ്രാതൃൻ സഹോദരന്മാര്, അത് ഇവരൊക്കെ തന്നെ. പുത്രന്മാരെ. പൗത്രാൻ അതില്ലാത്തതാ. പുത്രന്റെ പുത്രന്മാർ, അഭിമന്യുവിന് സമമായിട്ടുള്ളവര്. ജനിച്ചിട്ടില്ല, അഭിമന്യുവല്ല, അഭിമന്യുവിന്റെ പുത്രൻ ജനിച്ചിട്ടില്ല.
ഉത്തരയുടെയൊക്കെ ഗർഭത്തിലാണ്. ഈ കുട്ടികളെയൊക്കെ കാണണമെങ്കിൽ അപ്പൊ അർജുനൻ കണ്ടു എന്ന് പറയുന്നത് എന്താണ് അർജുനന്റെ കാഴ്ച? അർജുനൻ ഒരു 5 തലമുറയെ കാണുന്നുണ്ട്, മുകളിലേക്കും വരാൻ പോകുന്നതിന്റെ. അതായത് പൂർവികന്മാരെ അർജുനൻ കാണുന്നു, ഇന്നലകളിലേക്ക് അർജുനന്റെ നോട്ടം പോകുന്നു. അതുപോലെ നാളെയിലേക്കും അർജുനൻ ഒരു വംശത്തെ കാണുന്നു. അർജുനൻ പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഇതിന്റെ ഇടയിലുള്ളതെല്ലാം ഗുരുക്കന്മാരെയും അവരെയൊക്കെ കാണുന്നു. അതൊരു വലിയ കാഴ്ചയാണ്. എല്ലാം കാണുക. ഇനി ഒരു യുദ്ധം, ബാഹ്യമായിട്ടുള്ള ഒരു യുദ്ധമാണെങ്കിൽ ഒരു യോദ്ധാവും ഇങ്ങനെ കാണുന്ന, ഒരു ആറ്റം ബോംബ് ഇടാൻ പോകുന്ന ഒരാള് ശരിക്കും കാണേണ്ടതാ ഈ കാഴ്ച. വരാൻ പോകുന്ന തലമുറയെ എന്ന് പറയാം, പുത്രന്റെ പുത്രന്മാരെയൊക്കെ കുറച്ചൊരു സംസ്കാരം ഉണ്ടെങ്കിൽ കാണാൻ സാധിക്കും. വരും തലമുറയെ കാണാൻ സാധിക്കും. അതിലെല്ലാം പെടും, ജീവജാലങ്ങളെല്ലാം പെടും, വൃക്ഷങ്ങൾ പെടും, വൃക്ഷലതാദികളും അതിൽ ജീവിക്കുന്ന ജലജീവികളാവട്ടെ എല്ലാം അതിൽ പെടും. യുദ്ധത്തെക്കുറിച്ച് ഒരുവൻ ആലോചിക്കുന്ന സമയത്ത് ഇതൊക്കെ, ഈ കാഴ്ചകളൊക്കെ ഉണ്ടാവും. പക്ഷെ അർജുനന്റെ കാഴ്ച, അർജുനന്റെ കണ്ണ് ഉള്ളിലേക്കാ പോയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാറ്റിനും നിദാനമായിട്ടുള്ള ആ സത്യത്തെ, കാരണം പറഞ്ഞത് ഭഗവാനാണ്, നോക്കിക്കോളാൻ പറഞ്ഞത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഭഗവാൻ ഒരു കാഴ്ച കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ചിന്മയാനന്ദ സ്വാമികൾ പറയാറുണ്ട്. ചിന്മയാനന്ദ സ്വാമികൾ തപോവന സ്വാമികളുടെ കൂടെ നടക്കുമ്പോൾ, ഹിമാലയത്തിൽ നടക്കുന്ന സമയത്ത് ചില സമയത്ത് തപോവന സ്വാമികൾ കാണിച്ചു കൊടുക്കും, ചിന്മയ നോക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സ്വാമിജി ഇങ്ങനെ നോക്കുന്ന, ഒന്നും കാണുന്നില്ലല്ലോ. തപോവന സ്വാമികൾ അതങ്ങനെ ഇത് ഐസായിട്ട് കിടക്കുന്ന പർവ്വതങ്ങളുടെ മുകളിൽ സൂര്യകിരണങ്ങളൊക്കെ വന്ന് വീഴുന്ന സമയത്ത് അതിനൊരു പല പല ഭാവങ്ങളുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തപോവന സ്വാമികൾ അങ്ങനെ ഒരു കരണ്ട് പോയ മോട്ടോർ പോലെ അങ്ങനെ നിൽക്കുന്ന, സ്റ്റില്ലായിട്ട്. അപ്പൊ താൻ ആ കാഴ്ച കാണുമ്പം ഒരു ഹിമവത് വിഭൂതി എന്നാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത്. തപോവന സ്വാമികളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ തോന്നുന്നു അതൊരു ഹിമാലയമാണെന്ന്. അപ്പൊ സ്വാമിജി പിന്നീട് എഴുതിയിരിക്കുക, ചിന്മയാനന്ദ സ്വാമികൾ, എന്റെ ഗുരുദേവൻ എന്നോട് അങ്ങനെ നോക്കാൻ പറഞ്ഞ സമയത്ത് അന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു എന്ന് പറയാം. അന്ന് ഞാനിങ്ങനെ നോക്കും, പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എന്തായിരുന്നു എന്നോട് നോക്കാൻ പറഞ്ഞത് എന്ന്. അപ്പൊ നോക്ക് എന്ന് പറയുമ്പോ പലരും നോക്ക് എന്ന് പറയുവേ. അപ്പൊ ഭഗവാൻ നോക്കിക്കോളാൻ പറയുകയാണ്, നീ അവരെയൊക്കെ കണ്ടോളൂ എന്ന് പറയേണ്ട, ഭഗവാൻ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അർജുനന്റെ ചോദ്യം ഭഗവാൻ നോക്കാൻ പറഞ്ഞു. ഭഗവാൻ ഒന്ന് കാണിച്ചു കൊടുക്കാൻ തയ്യാറായി. എല്ലാ കർമ്മങ്ങൾക്കും എല്ലാ ചലനങ്ങൾക്കും നിദാനമായിട്ടുള്ള ആ കരണേ കുരൂൻ, എല്ലാ ചെയ്തികൾക്കും നിദാനമായിട്ടുള്ള ആ സത്യത്തെ തന്നെയാണ് അർജുനൻ ഒരു മിന്നൽ പോലെ കാണുന്നത്. ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് സ്വീകാര്യമാവണം എന്നില്ല. കാരണം ഗീതാ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ ഏറെ വായിച്ചിട്ടുള്ള നിങ്ങളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ സ്വാമി പറയുന്ന ഈ ആശയത്തിൽ നമുക്ക് വിയോജിപ്പ് കണ്ടേക്കാം. നമുക്കിങ്ങനെ ചിന്തിക്കാം. കാരണം ഭഗവാനാണ് അർജുനനോട് കണ്ടുകൊള്ളാൻ പറഞ്ഞത്. ആ നിലയ്ക്ക് ഭഗവാൻ വെറുതെ ഇപ്പൊ ഒരു സിനിമാ പോസ്റ്റർ കാണിക്കുന്ന പോലെ അല്ലല്ലോ പറയാ, എടാ അത് നോക്കടാ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ മോനെ അത് നോക്കൂ, അതാ അങ്ങോട്ട് നോക്കൂ. അങ്ങനെ ഒരു കാണിച്ചു കൊടുക്കലല്ല എന്ന് പറയാം. ചോദ്യമേ ഇങ്ങനെയാണ്. 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഭഗവാനോട് അർജുനൻ ചോദിച്ചത്. ആ ചോദ്യത്തിന് ഭഗവാൻ ഇങ്ങനെ ഉത്തരവും കൊടുത്തു, അത് കാണിച്ചു കൊടുക്കുക തന്നെയാണ്. അപശ്യത്, അർജുനൻ കണ്ടു. അർജുനൊരു കണ്ടു. കണ്ടതോടുകൂടിയിട്ടോ അവസ്ഥിതാൻ താൻ സർവാൻ ബന്ധൂൻ അപേക്ഷ. ഗംഭീരാണ് ഈ ഒരു കാഴ്ചയിൽ. എന്താണ് അർജുനൻ കാണുന്നത്? ഇതൊക്കെ ഉപനിഷത്ത് സമ്മതമായിട്ടാണ് സ്വാമി പറയുന്നത്. നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നോക്കാം. വ്യാസർ പ്രയോഗിച്ചിരിക്കുന്ന പദങ്ങൾ നോക്കിക്കോളൂ. താൻ സർവാൻ ബന്ധൂൻ, അവരെല്ലാവരും ബന്ധുക്കളാണ്. ഏതൊരു ദർശനമാണോ എല്ലാം ബന്ധുവാണ് എന്ന് കാണിക്കുന്നത്, അത് ഈ ഏകത്വം ആയിട്ടുള്ള ഒരൊറ്റ ദർശനമേ ഉള്ളൂ. വേറെ ദർശനങ്ങൾക്കൊന്നും താനാണ് എന്ന തോന്നൽ ഉണ്ടാവില്ല, ഉണ്ടാക്കാൻ സാധ്യമല്ല. സർവാൻ ബന്ധുവൻ, താനുമായി ബന്ധപ്പെട്ടതാണ് ഏതെങ്കിലും പ്രകാരത്തിൽ.
യസ്മിൻ സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ച ആത്മാനം തതോ ന വിജുഗുപ്സതേ തത്ര കോ മോഹ ക ശോക എന്നൊക്കെ ഉപനിഷത്ത് പറഞ്ഞിട്ടുണ്ട്. സർവാണി ഭൂതാനി ആത്മനി ഏവ അനുപശ്യതി. എല്ലാറ്റിനെയും താൻ തന്നെയായിട്ട് കാണുക. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു സർവാൻ ബന്ധൂൻ. എല്ലാവരും തനിക്ക് ബന്ധുക്കളാണ്. അപ്പൊ ശത്രുക്കളായിട്ട് ആരെയും അർജുനൻ കാണുന്നില്ല. യുദ്ധഭൂമിയിൽ യോദ്ധാവ് ബന്ധുക്കളെ കാണാൻ പാടില്ല. അത് അച്ഛനപ്പുറത്തുണ്ടെങ്കിലും. പക്ഷെ ആ നിയമം അങ്ങനെയാണത്. യുദ്ധം കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ വേറെ. എങ്ങനെ ഒരു ക്ഷത്രിയന് ബന്ധുക്കളോട് അടരാടാൻ സാധിക്കും, യുദ്ധം ചെയ്യാൻ സാധിക്കും? അർജുനൻ കാണുന്നത് എന്താണ്? സർവാൻ ബന്ധു. ആ വാക്ക് തന്നെ നോക്കൂ. എങ്ങനെ ഏതെങ്കിലും പ്രകാരത്തിൽ അല്ലെങ്കിൽ എന്റെ ബന്ധമായിട്ട് തന്നെയാണ് അർജുനൻ കാണുന്നത്. സ കൗന്ദേയ, ആ കൗന്ദേയൻ, കുന്തിയുടെ പുത്രൻ, പരയാ കൃപയാ ആവിഷ്ട, ആ കാഴ്ചയുടെ ഫലമായി അധികരിച്ച കൃപയാൽ, ഈ കാഴ്ചയിലാണ് ആ കൃപ ഉണ്ടാവുന്നത് എന്ന് പറയാം. കൃപയാ ആവിഷ്ട, ആവേശിക്കപ്പെട്ടവനായിട്ട്, വിഷീദൻ, വ്യസനിച്ചുകൊണ്ട്, ഇതം അബ്രവി, ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു. കാഴ്ചയുടെ ഫലമായിട്ട് അർജുനനില് ഈ വിഷാദത്തെയാണ് ഇവിടെ യോഗമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കരുത് അർജുനന് ദുഃഖമാണ് എന്ന്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാതെ പോകുമ്പോഴുള്ള വിഷാദം ഉണ്ടല്ലോ, അതല്ല ഇവിടെ. ഈ വിഷാദത്തിൽ നിന്ന് അർജുനൻ പറഞ്ഞു ഭഗവാനോട്. എന്താ പറഞ്ഞത്? അർജുന ഉവാച, അർജുനൻ ഭഗവാനോട് പറഞ്ഞു. എന്താണ്? അർജുന ഉവാച ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ. ഭഗവാനോട് പറയുന്നു, ഹേ കൃഷ്ണ, അല്ലയോ ഭഗവാനെ, യുയുത്സും സമുപസ്ഥിതം ഇമം സ്വജനം ദൃഷ്ടുവ. ഇതാ യുദ്ധത്തിനായി വന്നു നിൽക്കുന്ന ഈ സ്വന്തം ആളുകളെ കണ്ടിട്ട്. ഇതിനോടൊക്കെ യുദ്ധം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാം. യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്യാം, നശിപ്പിക്കേണ്ടതുണ്ട്. അതിവർത്തിക്കല് നശിപ്പിക്കലാണ്. മുകളിലേക്കുള്ള പ്രയാണം അതിനെ ഇല്ലായ്മ ചെയ്യലാണ്. എന്നിട്ടോ മമ ഗാത്രാണി സീദന്തി, എന്റെ ഗാത്രാണി, എന്റെ അവയവങ്ങൾ, സീദന്തി, തളരുന്നു. മുഖം പരിശുഷ്യതി, വായ വരളുന്നു. മേ ശരീരേ രോമഹർഷ ച വേപതുഹു ച ജായതേ, എന്റെ ശരീരത്തിൽ രോമഹർഷം ഉണ്ടാവുന്നു, അതേ സമയത്ത് വിറയലുണ്ടാവുന്നു, പിന്നെ വിയർപ്പുണ്ടാവുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. ഇതെന്താ സ്വാമി? ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനും ശാസ്ത്ര സമ്മതിയുണ്ട് എന്നാ. എന്താ ശാസ്ത്ര സമ്മതി എന്ന് പറഞ്ഞാൽ? സമാധി അനുഭവത്തിലേക്ക് പോകുന്ന ഒരാൾക്ക്, ഇപ്പൊ നിങ്ങൾക്ക് രാമകൃഷ്ണദേവന്റെ വചനാമൃതമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ രാമകൃഷ്ണദേവൻ ആ സമാധി അനുഭവത്തിലേക്ക് രാമകൃഷ്ണദേവൻ പലപ്പോഴും വീഴുന്നതായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. രാമകൃഷ്ണദേവന് ചെറിയ ചെറിയ കാഴ്ചകൾ ധാരാളമാണ്, ചെറിയ കാഴ്ച. അതുപോലെ രമണ മഹർഷി, ഇവരൊക്കെ എപ്പോഴും ആ ഒരു വളരെ അപൂർവമായിട്ടാണ് ശരീരത്തിന്റെ നിലവാരത്തിലേക്ക് വരാറ്. അല്ലാത്ത സമയത്തൊക്കെ അവരൊരു പ്രത്യേക ഭാവത്തിലാണ്. ഇപ്പൊ രാമകൃഷ്ണദേവന് എപ്പോഴും ആള് കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ എന്താണെന്നറിയാം, എപ്പോഴാ വീഴുന്നതെന്ന് അറിയില്ല. ഈ കുട്ടികളെ പോലെയാണ്, കള്ളുടിയന്മാരെ പോലെ അങ്ങോട്ട് വീഴുന്ന. എന്തെങ്കിലും ചെറുത് കണ്ടാൽ മതി. ഇവരെല്ലാവരും കൂടെ ഈ നരേന്ദ്രനും ഹസ്ര, ലാട്ടു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്, എപ്പോഴും കൂടെ ഉണ്ടാവും. അവരുടെ കൂടെ സർക്കസ് കാണാൻ പോകുന്നുണ്ട്. ഇവരെന്തിനു വിളിച്ചാലും പോകും. രാമകൃഷ്ണദേവൻ അത്രയും സ്നേഹം അവരോട്. സർക്കസ് ഉണ്ട് ഗുരുദേവ, നമുക്കത് കാണാൻ പോവാ എന്ന് പറഞ്ഞപ്പോ ശരി, എന്നാ ഞാനും വരാം, വന്നോളാൻ പറയും. എന്നാ അവനെയൊക്കെ വിളിക്കും, അവനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടെ കാണാൻ പോകുമ്പോ ഒരു കുതിരപ്പുറത്ത് ഒരാൾ കയറുന്നത് കണ്ടപ്പോ രാമകൃഷ്ണദേവൻ അവിടെ വീണു.
ആ കുതിരയുടെ മുകളിലേക്ക് കയറുന്ന ആ കാഴ്ച ആ മഹാത്മാവിനെ സംബന്ധിച്ച് ധാരാളം. ഒരു ചെറിയ നദി, ഒരു പ്രയാഗ് കണ്ടാൽ മതി, ഒരു നദി പോയിട്ട് വേറൊന്നിൽ പോയി ചേരുന്നത് കണ്ടാൽ മതി. അങ്ങനെ വചനാമൃതത്തിൽ പറയുന്നു, അവിടേക്ക് ക്ഷേത്രത്തിലേക്ക് കൂവളം ഒടിക്കുകയായിരുന്നു. കൂവളം ഒടിക്കുന്ന സമയത്ത് കൂവളത്തിന്റെ ഒരു കൊമ്പ് ഒടിഞ്ഞ സമയത്ത് തന്റെ കൈ ഒടിഞ്ഞ വീഴാണ്. പിന്നെ ഈ പണിക്ക് നിന്നിട്ടില്ല. അപ്പൊ അത്രയും താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള ആ താതാത്മ്യം വന്നു കഴിഞ്ഞാൽ ഈ ലക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അങ്ങനെ എടുക്കാം, തെറ്റൊന്നുമില്ല. ഇതൊരു രോഗത്തിന്റെ ലക്ഷണം. ഇത് രോഗത്തിന്റെ ലക്ഷണമായിട്ട് എടുക്കണ്ട. കാരണം ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഭഗവാൻ ഒരു കാഴ്ച കാണിച്ചു കൊടുത്തപ്പം അർജുനന് ഇത് ഉണ്ടായി എങ്കിൽ അത് അനുകൂലമായിട്ടുള്ള ഒന്നാണ്. ശരീരത്തിന് ഈ പറഞ്ഞതൊക്കെ ഉണ്ടാവും. അല്ലാതെ നിങ്ങൾ ഇപ്പൊ സമാധിയിലേക്ക് പോകുന്ന ഒരാൾക്ക് ഇങ്ങനെ ഇവിടെ മുഴുവൻ ഒരു പ്രത്യേക തരത്തിൽ ഇങ്ങനെ പ്രകാശം ഇങ്ങനെ വന്നിട്ട് അത് ചിലപ്പോൾ ടി വിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവാം. അങ്ങനെ നമ്മൾ വിചാരിച്ചിരിക്കുക ഈ സമാധി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരുപാട് ഈ താടിയൊക്കെ ഇങ്ങനെ വന്നു ഇങ്ങനെ ശരി ഈ അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എല്ലുകളൊക്കെ നമുക്ക് എണ്ണിയെടുക്കാം, 1 2 3 4. അങ്ങനെ വൃക്ഷങ്ങളുടെ വേരുകളൊക്കെ നമ്മുടെ അടി കൂടെയൊക്കെ ഇതിലെയൊക്കെ വന്നു അങ്ങനെ കിട്ടുന്നതാണ് എന്നൊക്കെ. ചില സമയത്ത് നമുക്ക് തന്നെ ഈ ചില കാഴ്ചകളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ തന്നെ ബാലൻസ് തെറ്റിപ്പോവും. നിങ്ങൾക്കത് അനുഭവപ്പെടാറുണ്ടോ എന്നറിയില്ല. അപ്പൊ നിങ്ങളെയൊക്കെ പോലെ കൈലാസത്തിലൊക്കെ കൊണ്ടുപോകേണ്ടി വരും. മാൻസരസൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കാലൊന്നും ഉറക്കില്ല, പിന്നെ കാലൊക്കെ ആടിപ്പോവും എന്ന് പറഞ്ഞാൽ അതിന്റെ കാഴ്ച അങ്ങനെയാ. നമ്മൾ അങ്ങോട്ട് എന്തോ ആയിപ്പോവും. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ ഇവിടെ അർജുനന്റെ ശരീരത്തിൽ രോമഹർഷം ഉണ്ടാവുന്നു, വരളുന്നു, വായ വരളുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ അർജുനനല്ല എന്നും പറഞ്ഞുകൊണ്ട് അപരനാമത്തിൽ ഇവന്മാരെയൊക്കെ ശരിക്ക് കൈകാര്യം ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് അർജുനന്റെ വ്യാസഭഗവാൻ പറയുന്ന 2 യുദ്ധം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് അജ്ഞാതവാസത്തിൽ നടത്തിയതും ഒന്ന് ജ്ഞാതവാസത്തിൽ. അതായത് ഒന്ന് അജ്ഞാതമായിക്കൊണ്ട് ചെയ്തത്, ഒന്നിതാ അവസരം വന്നിരിക്കുന്നു. അജ്ഞാതമായിട്ടുള്ള യുദ്ധം അർജുനൻ വളരെ ഗംഭീരമായിട്ട് ചെയ്തു. അർജുനന് ഒരു സംശയം ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പൊ അർജുനൻ എല്ലാ സർവ്വസന്നാഹങ്ങളോടും കൂടി ഇരിക്കുന്ന അർജുനന് ഇപ്പൊ ഇവരെ കണ്ടപ്പം ഇങ്ങനെയൊക്കെ തോന്നണം എങ്കിൽ എന്താ ഇപ്പൊ കുഴപ്പം? അപ്പൊ ഇതിനു മുൻപ് ഇവരൊന്നും ആയിരുന്നില്ലേ? ഇവരൊക്കെ തന്നെയായിരുന്നു. ഈ പറഞ്ഞിട്ടുള്ള ആളുകളെല്ലാം ഉണ്ടായിരുന്നു. ഇവരെയൊന്നും അർജുനനെ എതിരിടാൻ ഒരു വിഷമവും ഉണ്ടായിട്ടില്ല. അർജുനന്റെ മുഴുവൻ ഭഗവാന്റെ സന്നാഹം പോലും ഇല്ലായിരുന്നു കൂട്ടത്തിൽ. അപ്പൊ ആലോചിക്കുക, ഭഗവാൻ എന്തായിരിക്കാം അർജുനന് കാണിച്ചു കൊടുത്തത്? അർജുനൻ എന്താണ് കണ്ടത്?